ഓക്കെ, പറഞ്ഞു. തുടങ്ങിയോ? അതെ അതെ, പറഞ്ഞു. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചർച്ചാ വിഷയം, അതായത് ഹൗ ടു ട്രാൻസ്ഫോം എന്നാണെങ്കിലും അതിന്റെ ഒരു പശ്ചാത്തലം ആദ്യമേ ഞാൻ ഒന്ന് വിവരിക്കാം. ഈ ജനുവരി 9 നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഒരു ബാലരാമപുരത്തിനടുത്ത് ഒരു സ്ഥലത്ത് ഒരു ഗോപൻ സ്വാമി എന്നുള്ളൊരു പള്ളി സമാധിയായി. അപ്പോൾ ആ ഒരു സമാധി വിഷയം ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു നിയമത്തിന്റെയും ലോജിക്കിന്റെയും കൂട്ടുപിടിച്ച് നിയമത്തിന്റെയും ലോജിക്കിന്റെയും കൂട്ടുപിടിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ഞാൻ കാണാനിട വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചുറ്റുള്ള ആൾക്കാരോട് ആ കുടുംബത്തോട് പൊതുസമൂഹം ചെയ്യുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ കടന്നാക്രമിക്കുകയും ഞാൻ 5000 കൊല്ലം പുറകോട്ടുള്ള നാടിനെ കൊണ്ടുപോകണമെന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കാൻ ചാൻസ് TG മോഹൻദാസ് മാത്രമാണ്, അദ്ദേഹം ഇത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മാതിരി തന്നെ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചു. അതിന്റെ അടിയിലത്തെ കമന്റ് ഞാൻ കണ്ടപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% TGയുടെ അതർവൈസ് ആരാധകർ പോലും അയാളെ നിഷിദ്ധമായി ഇത് ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നെ എന്തുകൊണ്ടോ TG അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാൻ കണ്ടിട്ടില്ല. പക്ഷെ ലക്ലി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ VSDP എന്നുള്ളൊരു സംഘടനയുണ്ട്. അതായത് നാടാര് എന്ന് പറഞ്ഞൊരു ജാതിയുണ്ട്. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വർണ്ണവ്യവസ്ഥയിൽ വരുന്ന ജാതിയിലെ എത്നിസിറ്റി. ആ എത്നിസിറ്റിയിലെ 90% ആൾക്കാരും ഇന്ന് ക്രൈസ്തവരാണ്. ഒരു ലാസ്റ്റ് 100 കൊല്ലം നടന്ന കൺവേർഷൻ. അപ്പോ ഈ കൺവേർഷന്റെ ഫലമായിട്ട് കുറച്ച് വളരെ എണ്ണിയാൽ ചുരുങ്ങുന്ന നായർ ഹൈന്ദവ കുടുംബങ്ങളെ അവിടെ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു ലാസ്റ്റ് തലമുറയുടെ ആ ഒരു വ്യഗ്രത അവിടെയുള്ള പലരും കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതേമാതിരി തന്നെ ഹൈന്ദവ ആചാരങ്ങളെ ലോജിക്കിന്റെ പേര് പറഞ്ഞു. അതായത് ഈ ഹൈന്ദവരെ അവർ റീപ്രോഗ്രാം ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ഹൈന്ദവരെ മാത്രമല്ല, ക്രൈസ്തവരെയും മുസ്ലിംസിനെയും അവർ ഈ മാധ്യമങ്ങൾ സയൻസിന്റെയും നിയമത്തിന്റെയും ഊരാക്കുരുക്കുകൾ പറഞ്ഞ് ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഈ വികാരം, ഈ പൊതുബോധം ലോജിക്കായിട്ടുള്ള അല്ലെങ്കിൽ പാശ്ചാത്യ ഇപ്പൊ സാമൂഹിക നൈതികത നമ്മളിപ്പോഴും നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും നമ്മൾ പഠിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും എല്ലാം നമ്മുടെ കൾച്ചറായിട്ട് വളരെ നമുക്കൊരു കൾച്ചറൽ സൈക്കി ഉണ്ട് ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ നീതിന്യായ വ്യവസ്ഥയും ജുഡീഷ്യൽ ഇതിനും സാമൂഹിക ബോധമായിട്ട് ബന്ധമില്ല. അതായത് ബ്രിട്ടീഷ് മറ്റേ ലീഗൽ സംവിധാനത്തിൽ നിന്നും കുറച്ച് ആൾക്കാരുടെ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ ലോജിക്കിൽ നിന്നും ഉണ്ടാക്കിയൊരു നിയമസംഹിതയാണ് ഇന്ത്യൻ എന്താ പറയാ ജുഡീഷ്യറി സിസ്റ്റം. അപ്പൊ അവിടെ ഇരിക്കുന്നവരും കൊളീജിയം സിസ്റ്റമായ കാരണം ഒരു നാട്ടിലെ ആൾക്കാരെ, ഒരു നാടൻ അല്ലെങ്കിൽ സാംസ്കാരിക പാരമ്പര്യമുള്ള ആൾക്കാരെ പൊതുവെ പുച്ഛത്തോടെ വെച്ച് കാണുന്ന ഒരു ജുഡീഷ്യറിയും അതിനനുസരിച്ച് മറ്റേ നീതിന്യായ വ്യവസ്ഥയെ ട്വീക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ മറ്റേ ഈ മറ്റ് സ്റ്റേറ്റുകളിൽ അതായത് മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻമെന്റ് ടു വെസ്റ്റ് ആണോ ഈ വി ആർ ഡൂയിങ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് സ്റ്റേബിൾ. പക്ഷെ എന്തുകൊണ്ടോ ടു ബി മോഡേൺ, ടു ബി വെസ്റ്റേൺ ആയതുകൊണ്ടും വെസ്റ്റേൺ ലിറ്ററേച്ചർ കൂടുതൽ വായിച്ചിട്ട് ഇന്ത്യയുടെ ആ ഒരു ഡയലക്ടിക്കൽ പാരമ്പര്യത്തെ മറന്ന് ജീവിക്കാൻ നോക്കുമ്പോൾ ശരിക്കും വ്യക്തികളിൽ ടെൻഷൻ ഉണ്ട്. ഇന്നത്തെ ആത്മഹത്യയുടെയൊക്കെ മെയിൻ കാരണം എന്ന് വെച്ചാൽ സാംസ്കാരികപരമായിട്ട് നമുക്ക് കിട്ടുന്ന മറ്റേ കൾച്ചറിലൂടെയൊക്കെ കിട്ടുന്ന നമ്മുടെ സൈക്കി, അതും ആധുനിക ജീവിതത്തിന്റെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ പെർസോണ, ആ സൈക്കിയും പെർസോണയും തമ്മിലുള്ള ഡിവൈഡ് അല്ലെങ്കിൽ മിസ് അലൈൻമെന്റ് ആണ് ഇന്നത്തെ ഹാപ്പിനെസ്സിനും മാത്തമാറ്റിക്സിനും ഒക്കെ ഈ സൂയിസൈഡിനും ഒക്കെ കാരണം. പക്ഷെ അതാരും അത്ര ഒരു എംഫസിസ് ഇവിടെ സാമൂഹ്യ ശാസ്ത്രജ്ഞരോ ഒന്നും കൊടുക്കുന്നില്ല. കാരണം അതൊരു നെഗറ്റീവ് സൈക്കോളജി പോയിന്റ് ഓഫ് വ്യൂ അവർ കാണുന്നത്. അതായത് ഒരു സ്ഥലത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ വി വിൽ റെക്ടിഫൈ ഇറ്റ്.
അക്കോർഡിംഗ് ടു ദ കറന്റ് സോഷ്യൽ നോം. അപ്പോൾ ഈ സോഷ്യൽ നോംസ് പതുക്കെ ചേഞ്ച് ചെയ്യുള്ളൂ. അതായത് ജുഡീഷ്യൽ നോംസ് ഏറ്റവും ചെറുത് പതുക്കെ ചെയ്യുള്ളൂ, സോഷ്യൽ നോംസ് അതിലും പതുക്കെ ചെയ്യുള്ളൂ, സൈക്കി അതിലും പറ്റും, അതിലേ പറ്റും, അതിലും ചെറുതായിട്ടേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സൈക്കി പെർസോണ മിസ്അലൈൻമെന്റ് വ്യക്തികൾക്കുണ്ടെങ്കിൽ അത് സമൂഹത്തിലോട്ടും അത് സംസ്കാരത്തിലോട്ടും ഒക്കെ എക്സ്ട്രാപ്ലോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അങ്ങനെയുള്ളൊരു വേൾഡിൽ നിങ്ങൾ എങ്ങനെ വേൾഡായിട്ട് സംവേദനം ചെയ്യും? അതാണ് ഈ ഹൗ ടു ട്രാൻസ്ഫോം. ഇപ്പൊ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇന്ന് ഇപ്പോൾ സൊല്യൂഷൻ ആർക്കിടെക്റ്റ് ആണ്, നാളെ ഞാൻ VP ആവുന്നു, അതിനുവേണ്ടി ഞാൻ ട്രാൻസ്ഫോം ചെയ്യണം. ഇതെല്ലാം പെർസോണ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. പക്ഷെ സൈക്കി ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ ഒരു സസ്റ്റൈനബിൾ പെർസോണ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഒരു ഡയഗ്രാം എന്ന തോതിൽ ഞാനിപ്പോ ഇതാണ് ഒരു 4 കാര്യങ്ങളാണ്. അതായത് ആക്ഷൻസ് ആൻഡ് കർമ്മ ആൻഡ് ദെൻ സോഷ്യൽ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റിച്വൽസ് ഉണ്ട്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു പെർസോണയുണ്ട്, അഹവും ആഗ്രഹവുമുള്ള, ആഗ്രഹം എന്നല്ല ആഗ്രഹവുമുള്ള ഒരു പെർസോണയുണ്ട്. പക്ഷേ നമുക്കൊരു മനോബുദ്ധി തലത്തിൽ ഒരു ഡീപ് സൈക്കി ഉണ്ട്. അത് നമുക്ക് സോഷ്യോ കൾച്ചറൽ സെറ്റിംഗിൽ നിന്നും പാസ്റ്റ് ആക്ഷൻസിൽ നിന്നും കിട്ടുന്നതാണ്. പിന്നെ ഈ ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നില്ലെങ്കിലും പൊതുവെ ഈസ്റ്റേൺ സൈക്കോളജിയും വെസ്റ്റേൺ ഡെപ്ത് സൈക്കോളജിയും ഇത് ചെയ്യുന്ന ഡെപ്ത് സൈക്കി ഉണ്ട്. അതിനെ ആത്മ എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റിച്വൽസും ആക്ഷൻസും ആൾക്കാരുടെ പെർസോണേനെ അതിലോട്ട് സക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിൽ സൈക്കിയും പെർസോണയും തമ്മിലൊരു നല്ല ടെൻഷൻ ഉണ്ട്. അത് മറ്റേ ഇൻഡിവിജ്വലിന് മാത്രമല്ല ഗ്രൂപ്പിനും ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊരു സൈക്കി തലത്തിൽ, അതായത് പെർസോണനെ സൈക്കിയിലോട്ട് അലൈൻ ചെയ്യുന്നതാണ് സ്റ്റേബിൾ, കാരണം അതാണ് പ്രകൃതി നിയമം. പക്ഷേ പെർസോണനെ ആക്ഷനിലോട്ട് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് കച്ചവട താല്പര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യലിന്റെ ആവശ്യം. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എപ്പോഴും എൻകറേജ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങി കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ മോനൊക്കെ ജോലി കിട്ടും. അപ്പോൾ വേറെ ആൾക്കാർ പറയും, ഓ ഇപ്പോഴും ജോലിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ലോജിക്ക് വർക്ക് ചെയ്യുന്ന ഒരു കൺവല്യൂട്ടഡ് വേയിലാണ്. ഓക്കെ, അപ്പോൾ ദ ഇഷ്യൂ ഈസ് there are set of actions one needs to take to execute their function or dharma. അതിന് സാമൂഹിക, സാംസ്കാരിക, എന്താ പറയുക, രാഷ്ട്രീയ ചട്ടക്കൂടുകളുണ്ട്. അതിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ പല ആക്ഷൻസ് എടുക്കുമ്പോൾ നമ്മുടെ പെർസോണ സ്ട്രെച്ച്ഡ് ആവും. അപ്പോൾ പല ആക്ഷൻസിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ള. ഇത് നമുക്ക് സൈക്കിയായിട്ട് അലൈൻമെന്റ് ഉള്ള ആക്ഷൻസ് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഒരു ബോധമുള്ളവർ. അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഡയറക്ടർ ക്ലാസ് ആൾക്കാരൊക്കെ അവരവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് അവർ റീസണബിളി ഹാപ്പി ആയിട്ട് ഒരു ലൈഫ് കൊണ്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു സൈക്കി വളർന്നതോ ആകസ്മികമായി കിട്ടിയതോ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് പല ആൾക്കാരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കാലങ്ങളായിട്ട് കോഡൊക്കെ ചെയ്ത് പെട്ടെന്ന് ആർക്കിടെക്റ്റോ പ്രോഗ്രാം മാനേജറോ അല്ലെങ്കിൽ പൊസിഷൻ കയറുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷൻ അവർക്ക് പറ്റില്ല, സർഫസ് ലെവലേ പറ്റുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ അതുകൊണ്ടാണ് എവറി മാൻ റൈസസ് ടു ലെവൽസ് ഓഫ് ഇൻകോമ്പറ്റൻസ്, പീറ്റർ പ്രിൻസിപ്പിൾ ഒക്കെ ഉണ്ടായെന്ന് തന്നെയാണെന്നാണ് ഇപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പൊ ബേസിക്കലി സാമൂഹിക നൈതികത, ജുഡീഷ്യൽ പ്രോസസ്സ്, ലോ എൻഫോഴ്സ്മെന്റ് എല്ലാം ഒരു സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തികളെ, അത് ആരാണോ ആ സംസ്കാരത്തെ ഇത് ചെയ്യുന്നത് അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ എടുക്കുക ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് എടുക്കുക, അവർ സാംസ്കാരികപരമായിട്ട് ഇന്ത്യക്കാർ തന്നെയാണ്. അവർക്ക് മതപരമായിട്ട് അവർക്ക് മാറ്റാൻ പറ്റുള്ളൂ, അവരുടെ അഭിപ്രായം മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ഇത് വന്നാലും, അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സംസ്കാരത്തെ ലിറ്ററേച്ചറും അതിന്റെ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഡെസിമേറ്റ് ചെയ്യണം. അതിനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദം ഇതിൽ നിന്നുണ്ടായ ഇന്റലക്ച്വൽ ബൈ പ്രൊഡക്ട്സ് വേൾഡ് വൈഡ് ഇപ്പൊ യോഗയൊക്കെ എങ്ങനെയായി കഴിഞ്ഞപ്പോൾ ദേ ആർ ആക്ച്വലി എന്താ പറയാ ക്ലൂലെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ വെച്ചാൽ ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. അപ്പൊ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, അതായത് എങ്ങനെ നമുക്ക് കൾച്ചറൽ ലെവലിലും നമുക്ക് സോഷ്യൽ ലെവലിലും പൊളിറ്റിക്കൽ ലെവലിലും ഒരു കോമൺ എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ അല്ലെങ്കിൽ എന്ത് പറ്റും, വ്യക്തി എന്ന നിലയിൽ
പ്രതിഭാസം എന്ന നിലയിൽ നിങ്ങൾ സക്സീഡ് ചെയ്യും, പക്ഷെ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ തോക്കും. അപ്പോൾ വ്യക്തിക്കും പ്രതിഭാസത്തിനും ഈക്വൽ എംഫസൈസ് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം മിസറി ഓഫ് മാൻ ഈസ് ആൾവേസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ പക്ഷെ അതൊരു സ്പെക്ട്രത്തിലായിരിക്കും, ഒരു സൈൻ കർവാണ് അത്. അതായത് ഞാനാവുന്ന പ്രതിഭാസം വിജയിക്കുമ്പോൾ ഞാനാവുന്ന വ്യക്തി തോക്കും, ഞാനാവുന്ന വ്യക്തി വിജയിക്കുമ്പോൾ ഞാനാവുന്ന പ്രതിഭാസം തോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം ഒരു 10-20 കൊല്ലമായിട്ട് 20-25 കൊല്ലമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ അതിന് ചേർന്നതല്ലേ ഒരു 2-3 കൊല്ലം വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്നിലോട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ ഒരു 2-3 കൊല്ലം പ്രതിഭാസം എന്ന നിലയിൽ സോഷ്യൽ റെലവൻസിന് വേണ്ടി ഞാൻ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിനെ ഞാൻ വിളിക്കുന്നത് ഐ ആം ആൾവേസ് ഇൻ ഷിറ്റ് ഓൺലി ഡെപ്ത് വാരീസ് എന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ ഈ ഇങ്ങനത്തെ സോഷ്യൽ ഗെയിംസ് കളിച്ചാലേ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് സൈക്കിയും പെർസോണയും തമ്മിലുള്ള മാച്ച്. അല്ലെങ്കിൽ പെർസോണ വിൽ സ്ട്രെച്ച് യുവർ സൈക്കി. അപ്പോൾ സൈക്കി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ അത് സ്ലോ പ്രോസസ്സാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞ മാതിരി നമ്മളൊരു കർമ്മം ചെയ്യാന്നിരിക്കട്ടെ, ഒരു പുതിയ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സംസ്കാരം കിട്ടും. ആ സംസ്കാരം നമുക്ക് തുടരെ ചെയ്യുകയാണെങ്കിൽ അതൊരു വാസനയായി മാറും. വാസന പിൽക്കാലത്ത് അത് പ്രാവീണ്യമാകുമ്പോൾ വ്യക്തിത്വത്തിൽ നിഴലിക്കും. അതാണ് നമ്മുടെ വ്യക്തിത്വം. അതായത് ഇപ്പോൾ ഒരു ക്രൂഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് ആകസ്മികമായിട്ട് ഒരു പാമ്പിനെ പിടിക്കേണ്ടി വന്നു, കോർണേർഡായി കഴിഞ്ഞപ്പോൾ. നമ്മളത് പിടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു സംസ്കാരം വയ്ക്കും. അങ്ങനെ കുറച്ച് വിഷമില്ലാത്ത പാമ്പുകളൊക്കെ നിങ്ങൾ പാമ്പുകൾക്ക് പിടിക്കാനുള്ള ഒരു മരുങ്ങ് വെക്കും. അതിനാണ് വാസന എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാർ നിങ്ങളെ വിളിക്കും എവിടെയെങ്കിലും പ്രശ്നം വരുമ്പോൾ. പിന്നെ ജീവിതത്തെ ഈ ആത്മാഭിമാനം രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ പോയി അത് ഒരു 3-4 ചെയ്ത് മറ്റേ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാവാസ രക്ഷ എന്ന് പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ ഹൗ ക്യാൻ വി ട്രാൻസ്ഫോം എ വേദാന്തിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദാന്ത സംസ്കാരത്തിന് ഉടമയാണ് ഭാരതീയരെല്ലാവരും. അപ്പോൾ ഇതിനെ ഞാൻ വിളിക്കുന്നത് വ്യക്തിത്വ ആത്മനിർഭരത സംഹിത. അപ്പോൾ വ്യക്തിത്വം ആത്മനിർഭരത ആയിരിക്കണം, സംഹിതയാണ്. അതൊരു ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ജെനസിസ് ഓഫ് ഫ്രെയിംവർക്ക് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മശ്രീ ഗോപൻ സ്വാമിയുടെ മഹാസമിതി, ഇപ്പൊ അന്ന് സമാധിയായി എന്നുള്ളത് ഇത് അവരുടെ മകൻ വെച്ചതാണ് എന്നാണ് എനിക്ക് തന്നെ. അപ്പോൾ അതിന്റെ ഒരു ടൈറ്റിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള വിഡ്ഢികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതായത് കേരളത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ സാക്ഷരത എന്നുള്ള സാധനം ഒരു കൾച്ചറലി അലൈൻഡ് ആയിട്ടുള്ള ഒരു സാക്ഷരതയല്ല. ഇപ്പൊ കൾച്ചറലി ഡീപ് കൾച്ചർ ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് അനദർ 1000 years. കാരണം കൾച്ചർ ഈസ് റിയാക്ഷൻ ടു നേച്ചർ. അപ്പോൾ നേച്ചറിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ കൾച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ വിൽ ആക്ച്വലി റിയാക്ട്. അതാണ് അതിന്റെ ഒരു സ്ഥലം. അപ്പൊ നമ്മുടെ ചർച്ചയിൽ വരുന്നത് സൊസൈറ്റി, അതിന്റെ സോഷ്യൽ ആക്ഷൻസും സോഷ്യൽ റിച്വൽസും മറ്റേ കൾച്ചറൽ റിച്വൽസും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഗ്രീൻ, അതായത് ലൈറ്റ് ഗ്രീൻ സോൺ. അതിലോട്ട് ഒരു വ്യക്തി സംവേദനം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പെർസോണ, അയാൾക്ക് അഹവും ആഗ്രഹവും ഉണ്ട്. അപ്പൊ ഇതേമാതിരി ലക്ഷക്കണക്കിന് വ്യക്തികൾ പല സ്ഥലത്തു നിന്ന് വരുമ്പോഴും ഈ ആക്ഷൻസും റിച്വൽസും ഒക്കെ ഒരു നോർമേറ്റീവ് റൂളായിട്ടാണ് വർക്ക് ചെയ്യും. ഇപ്പോ ഒരു ന്യായ സംഹിതയായിട്ടും അത് ജുഡീഷ്യറിയുടെ പ്രസിഡൻസ് ആയിട്ടും പിന്നെ സാമൂഹിക കീഴ്വഴക്കങ്ങളായിട്ട് അത് പറയും. അപ്പൊ അതിന്റെ ഉള്ളിൽ വേണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വെസ്റ്റേൺ മോഡൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസ് ഫോർ എനിത്തിങ്. ഇന്ത്യയുടെ ക്ലാസിക്കൽ അപ്രോച്ച് എന്തായിരുന്നു വെച്ചാൽ തിങ്സ് വിൽ ആക്ച്വലി ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വിൽ, കാരണം കുറച്ചും കൂടി ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് വ്യക്തിത്വ വികസനത്തിനായിരുന്നു ഊന്നല്. ഒരു ചരിത്രപരമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ 50 റിപ്പബ്ലിക് ആയി കഴിഞ്ഞതിന് ശേഷം 11 കൊല്ലം ഒരു മൗലാനയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പം എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം തെറ്റിദ്ധരിച്ചു തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസമാണ് ഇരുന്നത്, സാംസ്കാരികമായിട്ടുള്ള ടച്ച് ആൾക്കാരെ വിടിയിച്ചു. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് എല്ലാം സാംസ്കാരികപരമായിട്ട് നമ്മൾ ഗാർഹികമായിട്ട് ഇതിടുന്നു. പക്ഷെ അതിന്റെ പുറകിലുള്ള യുക്തി മെക്കോള പ്രഭു 1853 കട്ട് ചെയ്യുകയും മൗലാന അബ്ദുൽ കലാം ആസാദ് 1947 അത് കട്ട് ചെയ്തു. അതോടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൾച്ചറിലുള്ള ഡെയിലി ആക്ടിവിറ്റി, അതിപ്പോ ഏത് മതം ആയിക്കോട്ടെ, ഈ മതത്തിന്റെ ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഈ വഹാബി ഇസ്ലാം ഒരു 80 വന്നതിന് ശേഷമാണ് കൂടിയത്. മുസ്ലിംസ് പണ്ടും വയലന്റ് ആയിരുന്നു, പക്ഷെങ്കിലും ഇത്രയും കൾച്ചറലി അലൈൻഡ് ആയിരുന്നു.
ക്രിസ്ത്യൻസും വലിയ ഇതൊന്നുമില്ല. ഇപ്പൊ ഈ പെന്തക്കോസ്റ്റൊക്കെ വന്നപ്പോഴാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ സിറിയൻ ക്രിസ്ത്യൻസ് ഒക്കെ കൾച്ചറലി അലൈൻഡായിരുന്നു. അപ്പോൾ വി യൂസ് ടു ഫോളോ ഷെയർഡ് കൾച്ചർ. പിന്നെ ഈ ബ്രിട്ടീഷുകാരൊക്കെ നാച്ചുറൽ അഫിനിറ്റി മുതലെടുത്ത് കുറച്ച് പ്രമാണിമാരെ വെച്ചുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇപ്പൊ വെസ്റ്റേണൈസേഷനും അറബൈസേഷനും റാമ്പന്റ് ആയിട്ട് ചെയ്യുകയും അവരുടെ യുക്തി, അതായത് അവരുടെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുകയും അവരുടെ ജുഡീഷ്യൽ പ്രോസസ് ഇങ്ങോട്ട് കൊണ്ടുവരികയും പറയുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മെജോറിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കണേ. അപ്പോൾ സോഷ്യൽ ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ സൈക്കി ആയിട്ട് അലൈൻമെന്റ് ആയിട്ടുള്ള പെർസോണ ഫോം ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് വെസ്റ്റിൽ പോയിട്ടും ആൾക്കാർ they should know themselves to understand what is West. അപ്പോൾ വെസ്റ്റിൽ പോയിട്ട് അവിടെ പോയി ഒരു ഇന്ത്യൻ രീതിയിൽ ചിന്തിക്കുകയും ഇവിടെ വന്നിട്ട് വെസ്റ്റേൺ രീതിയിൽ ചിന്തിക്കുന്നത് നമ്മൾ കോപ്രായം എന്ന് പറഞ്ഞാൽ അവിടെയും കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ, ഒരു നോവൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കൾച്ചറൽ റിലിക്കൊക്കെ ചെയ്യാം, എല്ലാവരും വെസ്റ്റേണൈസ്ഡ് ആവാം. അതിലോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വെസ്റ്റിൽ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, പിറ്റേ ദിവസം ഇത് വരും. അപ്പൊ ഇതാണ് പശ്ചാത്തലം. അതായത് ഒരു ലോജിക്കൽ, അതായത് ഡയലക്ടിക്സ്, അതായത് ഈ എന്താ പറയാ, ലോജിക് എന്ന് പറഞ്ഞ സാധനം ഒന്നാമത് വെസ്റ്റേണേഴ്സിന്റെ ബൈ വാല്യൂഡ് ലോജിക്. അപ്പൊ ലോജിക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓണ്ടോളജി വേണം. അതായത് തത്വസംഹിതകൾ ഒന്നാണെങ്കിലേ അതിന്റെ ഉള്ളിലെ ലോജിക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വിവിധ വീക്ഷണങ്ങൾ പേറുന്നവർ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവര് തമ്മിലുള്ള തത്വ സംഹിതയുടെ ഡിഫറൻസും മറ്റേത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡയലക്ടിക്സ് നടത്തിയതിനു ശേഷം വേണം ലോജിക് നടത്താൻ. പോസ്റ്റ് പ്രോസസിംഗ് ഡിവൈസ് ആണ്. എന്ന സ്ഥാനത്ത് ലോജിക് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ ഡയലക്ടിക്സിന് അവിടെ സ്ഥാനമില്ല. അപ്പോൾ യു ഗെറ്റ് ആർബിട്രറി ഡിസിഷൻ, യു മേക്ക് എവരിബഡി അൺഹാപ്പി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഹൗ ക്യാൻ വൺ ട്രാൻസ്ഫോം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഫസ്റ്റ് തന്നെ വൈ ഷുഡ് വൺ ട്രാൻസ്ഫോം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ഐ ആം ഓൾറെഡി ഫൈൻ. ശരിയാണ്, ഇപ്പോഴത്തെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫൈനായിരിക്കാം. പക്ഷെ നാളെ വേൾഡിലെ ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഇപ്പൊ ഒരു ലാൻഡ് റിഫോംസ് നടത്തണം എന്ന് വിശ്വസിക്കുന്ന, വെൽത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യണമെന്ന് പറയുന്ന കോൺഗ്രസ് ഗവൺമെന്റ് അടുത്താണ് കയറി. ഓക്കെ, രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പുള്ളി വെൽത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യും. എന്നിട്ട് പുള്ളി മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒക്കെ ന്യൂനപക്ഷ സംരക്ഷണം കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, ഇവിടുത്തെ ഹിന്ദുക്കളുടെ ലൈഫ് മുഴുവൻ താറുമാറാവും. അതാണ്. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള സാധനം വേണോ വേണ്ടിയെന്നുള്ളത്. അപ്പൊ മോഡി നിങ്ങളുടെ മാല പണയം വെക്കുമെന്ന് പറഞ്ഞപ്പോൾ മോഡി വർഗീയവാദിയാണെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അതാണ്. എപ്പോഴാണ് പൊളിറ്റിക്കൽ. ഇപ്പൊ നാളെ SDPI കേരളം പിടിച്ചു. അവര് നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ തേയിലത്തോട്ടം അവർ അക്സെപ്റ്റ് ചെയ്ത് ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ പേടിച്ചിട്ട്. അപ്പൊ ഇപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ഒക്കെ കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ നിയമങ്ങൾ നമ്മൾ സ്വന്തം ഗവൺമെന്റ് അടിച്ചെടുക്കും. കാരണം ഈ മതങ്ങൾക്ക് ഒരിക്കലും നീതിബോധം ഉണ്ടാവില്ല. കാരണം നീതിബോധം കൾച്ചറായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ മതങ്ങൾ എപ്പോഴും അനീതി കാണിക്കും. ഇപ്പൊ വെസ്റ്റിൽ തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൗണ്ടർ കൾച്ചർ വന്നുകൊണ്ടാണ് വെസ്റ്റ് സർവൈവ് ചെയ്തത്, റിനൈസൻസ്. അപ്പോൾ ട്രാൻസ്ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഇപ്പൊ ഐ എം ഓൾറെഡി ഫൈൻ എന്ന് വിശ്വസിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം പൈസ കൂട്ടി വയ്ക്കും, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ ഇത് ചെയ്യും. പക്ഷേ ഫിനാൻഷ്യൽ അല്ല നമ്മളെ ബാധിക്കാൻ പോകുന്ന പ്രശ്നം, നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന പ്രശ്നം ഫിനാൻഷ്യലി അല്ല. ഓക്കെ, അപ്പോ ഈ നിങ്ങളുടെ പ്രവണത അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കി, അതാണോ നിങ്ങളുടെ പെർസോണ ഡിഫൈൻ ചെയ്യേണ്ടത്? അതെയോ ആക്ഷൻസും സോഷ്യൽ കൺവെൻഷൻസും ആണ് നിങ്ങളുടെ പെർസോണ ഡിസൈൻ ചെയ്യേണ്ടത്? ബിസിനസ്സും സൊസൈറ്റിയും നിങ്ങളുടെ സോഷ്യൽ ആക്ഷൻസ് വെച്ചിട്ടാണ് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്, നിങ്ങളുടെ പുള്ളിയും. നിങ്ങൾക്ക് അവരൊരു പ്രതിഭാസം മാത്രമാണ്, an agent who actually works in a context. പക്ഷെ നിങ്ങൾക്കൊരു സൈക്കി ഉണ്ടല്ലോ. അപ്പോൾ വ്യക്തിയും അയാളുടെ പെർസോണയും തമ്മിൽ ഒരു വലിയൊരു ക്ലാഷ് ഉണ്ട്. അപ്പൊ ആ പെർസോണയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ സൊസൈറ്റി ചെയ്യുമ്പോൾ ഈ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, അതായത് സൈക്കി ചേഞ്ച് ചെയ്യാതെ പലതും ചെയ്യരുത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അലൈൻ പേഴ്സോണ ടു യുവർ സൈക്കി, then your effectiveness in society will come down. അതായത് നിങ്ങളുടെ പ്രവണതയ്ക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിച്ചാൽ പല സ്ഥലത്തും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമൂഹിക പ്രസക്തി ഉണ്ടാവില്ല, നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല, അപ്പൊ നിങ്ങൾ പോറാവും. ഓക്കെ, എന്ത് സ്ഥാനത്ത് അലൈൻ പേഴ്സൺ ടു ആക്ഷൻസ് ആയി കഴിഞ്ഞാലോ നിങ്ങൾ സന്തോഷവാനാവില്ല. അപ്പോ വിജയിച്ചാൽ മറ്റേ സന്തോഷവാനാവില്ല, സന്തോഷവാനാണെങ്കിൽ നിങ്ങൾക്ക് അധികം വിജയിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പ്രസക്തി കുറയും. അപ്പോൾ നിങ്ങൾ പോറാവും. അപ്പോൾ നിങ്ങൾ സൊസൈറ്റിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആവാം. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല. സൊസൈറ്റി ആയിട്ട് നിങ്ങൾ
അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ പോറാം. അതിനെയാണ് ഞാൻ വിൽഫുൾ പോവർട്ടി എന്നൊക്കെ പറഞ്ഞ കോയിൻസ്. അപ്പൊ ഈ ഒരു റിയൽ പ്രോബ്ലമാണ്. അത് വ്യക്തിക്കുമുണ്ട്, സമൂഹത്തിനുണ്ട്, സംസ്കാരത്തിനുമുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോ സൈക്കിയും പെർസോണയും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ട്. അതാണ് ലോകത്തുള്ള മിക്ക കാര്യങ്ങളുടെയും കാര്യം. അപ്പോ എന്ത് ചെയ്യണം? നമുക്കിപ്പോ ഒരു പുതിയ ധർമ്മങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫങ്ഷൻസ് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നർ സൈക്കിയെ ട്രെയിൻ ചെയ്യണം. അപ്പൊ അതിന് ഇപ്പൊ സ്വാമി ചിദാനന്ദപതികൾ പറഞ്ഞ ഇപ്പൊ എന്താ പറയാ, ആദ്യം നമ്മളൊരു പുതിയ കർമ്മം ട്രെയിനിങ് എടുക്കുകയാണ്, പുതിയ കർമ്മം എടുക്കുകയാണ്. അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ നമുക്കൊരു സംസ്കാരം വയ്ക്കും. ആ സംസ്കാരം തുടരെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാസനയെ മാറും. അത് പിൽക്കാലത്ത് പ്രാവീണ്യമാവും. അത് വ്യക്തിത്വത്തിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കി പെർസോണ ഇംപിഡൻസ് മിസ്മാച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ഭാരതീയ വേദാന്തം മുന്നോട്ട് പറയുന്നുണ്ട്. ഒരു ആത്മതലത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് കാണാൻ പറ്റണം. ഇപ്പോ അത് മോക്ഷം കിട്ടണമെന്നാണ് വേദാന്ത ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതിൽ തന്നെ ജീവനമുക്തി, വിദേഹമുക്തി ഉണ്ട്. ജീവനമുക്തി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാനൊരു 1.5 കൊല്ലത്തെ അനാലിസിസ് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ എനിക്കിപ്പോ ഈ വിഷയങ്ങളെ ഡെപ്ത് സൈക്കി തലത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫ്രെയിംവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഓക്കെ. അപ്പോ ഇപ്പോ അറ്റ്ലീസ്റ്റ് പെർസോണയും സൈക്കിയും തമ്മിൽ അലൈൻമെന്റ് വേണമെന്ന് ഒരു പൊതുയുക്തി വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം അതിന്റെ ടെൻഷൻ നിങ്ങൾ ആൾറെഡി അനുഭവിക്കുന്നുണ്ട്. അപ്പോ സൈക്കി ട്വീക്ക് ചെയ്യാൻ വേണ്ടി ഇറ്റ്സ് എ ലോജിക്കൽ തിങ്. നിങ്ങളെ ട്രെയിൻ ചെയ്യുക. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമേ മാത്തമാറ്റിക്സ് പഠിക്കുക. ഒരു 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കൊരു മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ലാർജ് മെട്രിസസ് വരുമ്പോൾ ഓക്കെ, കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ഉപയോഗിച്ചോ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത് അതർ സയന്റിഫിക് തിങ്സിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സംസ്കാരവും, അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെട്രിക്സിൽ റീസൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ലീനിയർ ആൾജിബ്രയിലേക്കും മറ്റേ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലോട്ടും സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസിലോട്ട് വരെ ഈ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവും, ഒപ്റ്റിമൈസേഷനിലോട്ടൊക്കെ. അപ്പൊ അതായത് സൈക്കിയെ ട്വീക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് ചെയ്യണം. അപ്പൊ ഡെപ്ത് സൈക്കി ഭാഗ്യമാണെന്നാണ്, നിയോഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് സംബഡി വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ എന്തായാലും സൈക്കിയും പെർസോണയും തമ്മിൽ ഇത് ചെയ്യണം. സൈക്കിയെ ട്വീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പൊ അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്ത് സൈക്കി അല്ലെങ്കിൽ ആത്മൻ ട്രിഗഡോ എനിക്ക് അതിനെ മറ്റേ എന്താ പറയാ, അതിനെ നിർവചിക്കാൻ പറ്റുന്നില്ല വ്യാവഹാരിക ഭാഷയിൽ. പക്ഷേ എന്താ പറയാ, എന്താണ് ഇതിന്റെ കോംപ്രമൈസ്? അതായത് എനിക്ക് സൈക്കിയെ ട്വീക്ക് ചെയ്യണം, പക്ഷേ ഇപ്പോ മെട്രിസസ് പഠിച്ചു, പിന്നെ ടെൻസർ പഠിച്ചു, പിന്നെ പഠിച്ചിട്ട് എനിക്ക് ടൈമില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതിനെ ചെയ്യേണ്ടത്, കോംപ്രമൈസ് ചെയ്യേണ്ടത്? അപ്പൊ എനിക്ക് സൈക്കിയെ ട്വീക്ക് ചെയ്യണം. അപ്പൊ സൈക്കിയെ ട്വീക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് അബ്സ്ട്രാക്ഷൻ ആണെന്നാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് ഇപ്പൊ ഇതിനു മുമ്പ് ഒരു ചർച്ച നടന്നു. അപ്പൊ നിങ്ങൾ അബ്സ്ട്രാക്ഷൻ വന്നാലും നിങ്ങൾക്ക് ഈ ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നിങ്ങൾ ട്രൈ ചെയ്യാം. ഇഫ് യു ആർ ഗെറ്റിംഗ്, യു ആർ ലക്കി. അപ്പോ അതിപ്പോ ഫസ്റ്റ് തന്നെ ട്രാൻസ്ഫോർമേഷൻ അറ്റ് സർഫസ് ലെവൽ, അതിന് ആവശ്യമുണ്ടോ അത് നോക്കുക. ആവശ്യമില്ലായിരിക്കാം, യു ആർ ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, അപ്പൊ ഞാൻ വ്യക്തികളോടാണ് ഇത് പറയുന്നത്. എടാ, ഞാൻ നിന്റെ ദാരിദ്ര്യം കണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അറ്റൻഷൻ തരും. അപ്പൊ ഞാൻ പറയും, അത് ദാരിദ്ര്യം അല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ സാംസ്കാരിക ദാരിദ്ര്യവും ആശയ ദാരിദ്ര്യമാണെന്ന് പറയും. അപ്പൊ അവർക്ക് പെട്ടെന്ന് സമാധാനമാവും. അല്ലെങ്കിൽ എന്നിട്ടെന്ന് വെച്ചാല് അവരുടെ ഈ വ്യക്തിത്വത്തെയാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന മാതിരിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ട്രാൻസ്ഫോർമേഷൻ ഒരു പ്രോപ്പർ തിങ് ആണ്. അതായത് ഇപ്പൊ വഖഫ് വന്നപ്പോ മുൻപത്തെ ക്രിസ്ത്യാനികളും മറ്റു ക്രിസ്ത്യാനികൾക്കും ഞാൻ പറയുന്നത് മനസ്സിലായ മാതിരി നാളെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത തവണത്തെ കയറ്റത്തിൽ പ്രോപ്പർട്ടി ടാക്സ് വെക്കുന്ന ആൾറെഡി ഉറപ്പാ. പ്രോപ്പർട്ടി ടാക്സ് വെച്ച് കഴിഞ്ഞാൽ അംബാനിയുടെ അദാനിയുടെ പൈസ അടിച്ചിട്ട് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ മെയിൻ അജണ്ട. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ ചത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും വേണം. പിന്നെ ടെമ്പർമെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നിങ്ങളുടെ സാംസ്കാരികപരമായിട്ടും ജനിതകപരമായിട്ടും നിങ്ങളുടെ പാസ്റ്റ് പ്രവൃത്തിപരമായിട്ടും കിട്ടിയതാണ് നിങ്ങൾക്ക് ടെമ്പർമെന്റ്. നിങ്ങൾക്ക് പക്ഷെ സൊസൈറ്റിക്ക് ഒരു പെർസോണ മുന്നോട്ട് വെച്ച് കൊടുക്കണം. അപ്പൊ ആ പെർസോണ സൊസൈറ്റി, ഇപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് മെഷീൻ ലേണിംഗ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പോയിട്ട് ഇപ്പൊ റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം കൊണ്ടുവരും. പിന്നെ അത് ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്ഡ് ആവും.
കാരണം യു ആർ നോട്ട് പ്രിപ്പയർഡ് ടു ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർസോണയ്ക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈക്കി ചേഞ്ച് ചെയ്താലേ പെർസോണ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സൈക്കി ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡ് മറ്റേ ട്വീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കർമ്മം, സംസ്കാരം, വാസന, പ്രാവീണ്യം, വ്യക്തിത്വം ഇതിലോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതെങ്ങാനും ആ രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഏക വഴി അബ്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ അബ്സ്ട്രാക്ഷന്റെ ഉള്ളിലോട്ട് ഇതാണ്. അപ്പൊ ഈ ഒരു അബ്സ്ട്രാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ദ ജോയ് ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ യുജീനിയ ചെങ്ങിന്റെ ബുക്കിൽ ഈ ഡയഗ്രാം ആണ് എനിക്ക് ഓർമ്മ. അതായത് ഇപ്പൊ എനിബഡി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ 1+2, 2+3, 1x2, 2x3 ഫംഗ്ഷൻസ്, റിലേഷൻസ്, ഹോമോട്ടോഫീസ്, ലൈഫ് എല്ലാം ഇത് ഇതിൽ വരുന്നില്ല. 1+2, 2+3 ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആണെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് കുറച്ചും കൂടി ഒരു ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷന്റെ മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ അത് ആൾജിബ്രൈക് ഓപ്പറേഷനായി. അപ്പൊ ഈ ആൾജിബ്രൈക് ഓപ്പറേഷൻ വരുമ്പോൾ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ A+B, എ എന്ന് വെച്ചാൽ എ ക്യാൻ ബി, ഇപ്പൊ ഒരു പ്രഥമ ദൃഷ്ടിയാ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്കെയിലർ ആണെന്ന് തോന്നുന്നു, ഒരു നമ്പർ, നാച്ചുറൽ നമ്പർ. ബട്ട് എ ക്യാൻ ബി എ മെട്രിസസ്. അപ്പൊ മെട്രിസസിന്റെ അപ്പൊ ബി എന്തായിരിക്കണം? പ്ലസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വെക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ വേറൊരു മെട്രിക്സ് ആയിരിക്കണം. ഈ മെട്രിക്സ് ആണെങ്കിൽ ഡയമെൻഷൻസ് കംഫർട്ടബിൾ ആണ്. അപ്പോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൾജിബ്രൈക് ലെവലിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ കൂടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഓപ്പറേഷൻസ്, ബൈനറി ഓപ്പറേഷൻ AB എന്നാണ് അർത്ഥം. അത് ഒരു അബ്സ്ട്രാക്ട് ആൾജിബ്ര റെൽമിനോട്ട് കയറി. ഓക്കെ, അപ്പൊ അബ്സ്ട്രാക്ട് ആൾജിബ്ര റെൽമിനോട്ട് കയറി കഴിയുമ്പോൾ അവിടെ ഓപ്പറേഷൻസിനാണ് ഊന്നൽ. അതായത് ഓപ്പറേഷൻസ് അസോസിയേറ്റീവ് ആണോ, ഓപ്പറേഷൻസ് കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഈ എന്താ പറയാ, അപ്പൊ അവിടെ പെട്ടെന്ന് വസ്തുക്കളുടെ എൻറ്റിറ്റിയുടെ പ്രസക്തി ഒറ്റയടിക്ക് ഇല്ലാണ്ടായി ഓപ്പറേഷൻസിലും പ്രോസസ്സിലോട്ടും അബ്സ്ട്രാക്ഷൻ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരു ലെവലും കൂടി വന്നു കഴിഞ്ഞാൽ കമ്പോസിബിലിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡി. അവിടെ റിലേഷൻഷിപ്പിലാണ് ഏതൊക്കെ തമ്മിൽ കമ്പോസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മോർഫിസംസ് പറ്റും, അതാണ് അവിടെ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് അപ്രോച്ചാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഫിലോസഫി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A കോമ്പോസിഷൻ B തലത്തിൽ നിന്നാണ് ഭാരതീയ ദർശനങ്ങളൊക്കെ ലോകത്തെ കാണുന്നത്. എക്സാക്ട് അനോളജി കറക്റ്റ് അല്ലെങ്കിലും, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അസംഷൻസ് എടുക്കാതെ, മനുഷ്യൻ ഒരു കേന്ദ്ര ബിന്ദു അല്ല എന്ന് കണക്കാക്കാതെ, ഒരു ആൻഡ്രോപ്പോസെൻട്രിക് അല്ലാതെ ഫിലോസഫി ഓടിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ചാണ്, അതായത് ഡയലക്ടിക്കൽ അപ്രോച്ചാണ് മറ്റേ ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഒരു ക്ലാസിക്കൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഈവൻ മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് നോയിങ്ലി ഓർ അൺനോയിങ്ലി അതാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മറ്റേ ഒരു മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി വർക്ക് ചെയ്യുന്നത് A+B ലെവലിലാണ്. അതായത് കുറച്ചും കൂടി ഇപ്പൊ കുറച്ച് ആർക്കിടെക്ട്സും പ്ലാനേഴ്സ് ഒക്കെ A കോമ്പോസിഷൻ മറ്റേ ബൈനറി ഓപ്പറേറ്റർ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റേ ബഹുദൂരം ജനങ്ങൾ അറ്റ്ലീസ്റ്റ് IT ഇൻഡസ്ട്രിയിലൊക്കെ A+B ലെവലിലാണ്. അതിൽ തന്നെ ഒരു ജനറലൈസേഷൻ ഓഫ് അരിത്തമാറ്റിക് ലെവലിലാണ്, ഒരു ഐദർ ഇതിലോട്ട് പോകാറില്ല. അപ്പോൾ ഇത് പോകാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അതായത് റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ ആണ് കോമ്പോസിഷൻ ഉള്ളത്, ഓപ്പറേഷൻസ് ഓറിയന്റേഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ അബ്സ്ട്രാക്ട് ആൾജിബ്ര ലെവലിലുള്ള, ആട്രിബ്യൂട്ട് ഓറിയന്റേഷൻ ആണ് ഈ A+B, അതേമാതിരി ആക്ഷൻ ഓറിയന്റേഷൻ ആണ് ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു പുള്ളിക്ക് X എന്ന് പറഞ്ഞ പുള്ളിക്ക് Y എന്ന് പറഞ്ഞ പുള്ളിയോട് ഭയങ്കര ആരാധനയാണ്. എനിക്ക് വൈയോട് ബഹുമാനം ഉണ്ടെങ്കിലും ഈ എക്സിന് പല വിഷയങ്ങളിലും വൈഡേക്കാൾ മുകളിൽ പോവാം. അപ്പോ ഞാൻ എത്ര പറഞ്ഞാലും അപ്പോ ഈ എക്സ് കാണുന്നത് എന്താണ്, ഞാൻ വൈനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ആക്ച്വലി എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ എന്താ പറയുക, പലതരം ദാരിദ്ര്യങ്ങൾ, ആശയ ദാരിദ്ര്യങ്ങളും അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ ഓറിയന്റഡ് ആണോ, ആട്രിബ്യൂട്ട് ഓറിയന്റഡ് ആണോ, അതായത് വ്യക്തികളുടെ അയാൾ തലക്കല്ലനാണ്, അല്ലെങ്കിൽ അവിടെ എക്സ് ഉണ്ട്, അവിടെ പ്രൊസീഡ് പൈ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എക്സ് ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ഇതാണ് ആട്രിബ്യൂട്ട് ഓറിയന്റേഷൻ. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ചെയ്യുന്നതിനൊക്കെ ആ ക്ലാസ്സസിനൊക്കെ മറ്റേ ഈ ഫങ്ഷണൽ ക്ലാസ്സസിനൊക്കെ അസോസിയേറ്റിവിറ്റി ഉണ്ടോ, ക്ലോഷർ ഉണ്ടോ, ഇനിയിപ്പോ ഐഡന്റിറ്റി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് മൊണോയിഡ് ആണല്ലേ, മൊണോയിഡ് ആണ്, ഓക്കെ കിടക്കട്ടെ. ഇനിയിപ്പോ അതിന് ഫങ്ക്ടർ ഉണ്ടോ, ഓക്കെ, അപ്പോ ആ ഫങ്ക്ടർ ഉണ്ട്, ഓക്കെ, അപ്പൊ അതിന് ഇത്ര പ്രോപ്പർട്ടീസ് ഉണ്ട്, അപ്പൊ അത് അപ്ലിക്കേറ്റീവ്സ് ആണോ, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതാണ് ഓപ്പറേഷൻസ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോ റിഗാർഡ്ലെസ് ഓഫ് ദി ഒബ്ജക്ട്. അപ്പോൾ ഒരാളെ ഡിറ്റർമിൻ ചെയ്യുന്നത്
ഹും ഹീസ് ഇന്ററാക്ടിങ് വിത്ത് എന്നുള്ള ഒരു പ്രായോഗിക തത്വം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ആ യുജീനിയ ചെങ്ങ ലൈഫ് വരെ ഇട്ടേക്കണം. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ അബ്സ്ട്രാക്ഷൻ വേണ്ടി വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് സൈക്കിയെ ട്വീക്ക് ചെയ്യാൻ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം ഉള്ളൂ. നിങ്ങൾ ട്രയൽ ആൻഡ് എററിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആദ്യം കർമ്മം ചെയ്യണം, അത് പിന്നെ സംസ്കാരമായിട്ട് മാറണം, പിന്നെ അതൊരു വാസനയാവണം, പിന്നെ അത് പ്രാവീണ്യമായിട്ടേ നിങ്ങൾക്ക് വ്യക്തിത്വത്തിലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അബ്സ്ട്രാക്ഷൻ ലെവലിൽ കണ്ടിട്ട് പാസ്റ്റ് ആക്ഷൻസ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്താൽ മതി. അതിനാണ് എംപിരിക്കൽ ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ റാഷണൽ ഗ്രൗണ്ടിങ് എന്നൊക്കെ. പക്ഷെ അടുത്ത് എംപിരിക്കൽ ഗ്രൗണ്ടിങ്ങിന്റെ ഒരു വലിയ വ്യക്തമാണ് ഈ കോൾഡിരിക്കുന്നത്. അപ്പോ ഇതാണ് അതിന്റെ ഇത്. അപ്പോ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്വിക്ലി സമ്മപ്പ് ചെയ്യാം. അതായത് ഈ അതായത് ട്രാൻസ്ഫോർമേഷൻ, അത് വ്യക്തിത്വ സെൽഫ് സഫിഷ്യന്റ് എന്നാണ് ആത്മനിർഭരത സംഹിത. അതായത് മെയിൻ തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, എവരിബഡി നീഡ്സ് ട്രാൻസ്ഫോർമേഷൻ ബിക്കോസ് ഹി നീഡ്സ് ടു മറ്റേ എന്താ പറയാ അഡാപ്റ്റ് ടു ദി എൻവയോൺമെന്റ് അറൗണ്ട്. അപ്പോ അത് അഡ്ഹോക്കായിട്ട് ആസ് ആൻഡ് വെൻ ടൈം കംസ് ഐ വിൽ അഡാപ്റ്റ് എന്നുള്ള അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വേദനകൾക്കൊക്കെ പലപ്പോഴും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതൊരു കുറച്ചും കൂടി ഒരു സ്വാർത്ഥമായിട്ട്, കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സോളിപ്സിസ്റ്റിക് അപ്രോച്ച് ആയിട്ടാണ് ഞാൻ കാണുന്നതിന്. കാരണം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടിലുള്ളവർക്ക് എന്തൊക്കെ കാണും എന്നുള്ളതും കൂടി നോക്കണേ. ആ ചുറ്റുപാടിന്റെ റെൽമ് അച്ഛനും അമ്മയാണോ, ഇനി ബന്ധുമിത്രാദികളാണോ, ഇനി സമുദായമാണോ, സൊസൈറ്റി ആണോ, അങ്ങനെ അതിനനുസരിച്ചിരിക്കും നിങ്ങൾ എന്തോരം നിങ്ങൾക്ക് അബ്സ്ട്രാക്ഷൻ വേണമെന്നും എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഇതിന്റെ ഒരു പ്രോബ്ലം കഴിഞ്ഞാൽ ആക്ഷൻസ് ആണ് നമ്മളെ സൊസൈറ്റി നമ്മളെ ജഡ്ജ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ആക്ഷൻ ചെയ്യുന്ന ഏജന്റിന്റെ സൈക്കി അതിന് കമ്പാറ്റബിൾ അല്ലെങ്കിൽ നല്ല സ്ട്രെച്ചിങ് നടക്കും. അപ്പൊ സൈക്കിയെ ട്വീക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ലോ പ്രോസസ് ഉണ്ട്. പക്ഷെ അത് ഫാസ്റ്റ് ആക്കണമെങ്കിൽ അബ്സ്ട്രാക്ഷൻ വേണം. അപ്പോൾ ഫൈനലി ഇഫ് യു ആർ ലക്കി ഇനഫ് ആൻഡ് ദെൻ ഇപ്പോ യോഗസൂത്ര അല്ലെങ്കിൽ മറ്റേ ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗുരുവിന്റെ കീഴിൽ പോയി നിങ്ങൾ വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുക്തി കിട്ടും. അപ്പോ ഐ ഹോപ്പ് ഐ ഹാവ് ആക്ച്വലി ആർട്ടിക്കുലേറ്റഡ് ദിസ് ഫ്രെയിംവർക്ക്. അതായത് വ്യക്തിത്വ ആത്മനിർഭരത സംഹിത എന്നാണ് പറയുന്നത്. സംഹിത മീൻസ് സിസ്റ്റം. ഓക്കെ, അതായത് എവരി ഇൻഡിവിജ്വൽ is an agent in a society. Agent needs to have some kind of a persona so that others feel confident of entrusting the work to him or anything. അപ്പൊ ആ പെർസോണ അയാളുടെ സൈക്കി ആയിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ അയാള് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യും. അത് അയാളുടെ ഉള്ളില് അൺഹാപ്പിനെസ് ഉണ്ടാക്കുകയും ചുറ്റുമുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ചുറ്റുമുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ സൈക്കിയും അയാളുടെ പെർസോണയും തമ്മിൽ അലൈൻമെന്റ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ സാമൂഹ്യ പ്രസക്തി കുറയും. ഓക്കെ, അപ്പോ എന്നിരുന്നാലും അബ്സ്ട്രാക്ഷന്റെ സഹായത്തോടെ പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ ലോജിക്കൽ മാത്രം കാണാതെ ഡയലക്ടിക്സിലും മറ്റേ എന്താ പറയുക നാട്ടു നടപ്പിലും സാമൂഹ്യ കീഴ്വഴക്കങ്ങളും കൂടി നിങ്ങളുടെ ചിന്ത ഇതിലോട്ട് ഫാക്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ആൾക്കാരുടെ കണ്ണിലെ പരാജിതന്റെ ലൈഫാണെങ്കിലും നിങ്ങളുടെ സൈക്കിയും പെർസോണയും തമ്മിൽ കുറച്ചുകൂടി ആത്മനിർഭരപരമായിട്ടൊരു ജീവിതം കിട്ടുമെന്നാണ് ഈ ഫ്രെയിംവർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതൊരു സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് യു ക്യാൻ ആക്ച്വലി അഡാപ്റ്റ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്, ബട്ട് സൂൺ ദാറ്റ് വിൽ ആക്ച്വലി പ്രൊവൈഡ് സം കൈൻഡ് ഓഫ് അറ്റൻഷൻ. പിന്നെ നിങ്ങൾ സൈക്കി ട്വീക്ക് ചെയ്യുക ത്രൂ എന്താ പറയുക കർമ്മ, മറ്റേ സംസ്കാര, വാസന, പ്രാവീണ്യം, വ്യക്തിത്വം ഫ്രെയിംവർക്ക് വെച്ചിട്ട്. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ അബ്സ്ട്രാക്ഷൻ വെച്ചിട്ട് ചെയ്യാം. ആൻഡ് above all, if you are able to realize the deep psyche, then that is the best thing. Now floor is open for discussion. പറഞ്ഞോളൂ. കമോൺ, ആരുമില്ലേ? എന്റെ അടുത്ത് ഞാൻ ഫുള്ള് കേട്ടില്ല.
പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാനത് മറന്നു. അത് തുടക്കം ഏതോ ഒരു കോണ്ടെക്സ്റ്റ് അല്ല എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഞാൻ ഒന്നുകൂടി ഇത് പറയാം. അതായത് എല്ലാ വ്യക്തികളും സമൂഹത്തിൽ സംവേദനം ചെയ്യുന്നു അല്ലെ, യു ആർ ഇന്ററാക്ടിങ് വിത്ത് ദ സൊസൈറ്റി, നോ ഡൗട്ട്. ആ അപ്പൊ സൊസൈറ്റി കുറെ ആക്ഷൻസും റിച്വൽസും പൊളിറ്റിക്കൽ ലെവലിലും സോഷ്യൽ ലെവലിലും ഏൺ ചെയ്യാനും ഒക്കെ നിങ്ങൾ കുറെ ആക്ഷൻസ് എടുക്കണം, വേണ്ടേ? ആ അപ്പോ ഈ ആക്ഷൻസ് പിന്നെ ഇപ്പൊ എന്ത് നിങ്ങൾ സൊസൈറ്റിയുടെ മുമ്പിൽ ഒരു പെർസോണ വെച്ചാലും നിങ്ങൾക്കൊരു സൈക്കി ഇല്ലേ, അതായത് നിങ്ങൾ ജനറ്റിക്കലായിട്ട് കിട്ടിയതും നിങ്ങൾക്ക് കൾച്ചറലായിട്ട് കിട്ടിയതും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ആക്ഷൻസിൽ നിന്ന് കിട്ടിയ ഒരു സൈക്കി ഉണ്ടല്ലോ, ഇന്നർ സൈക്കി ഉണ്ടല്ലോ നിങ്ങളുടെ, ആ. ഇല്ലേ? അതായത് ഈ ഡയഗ്രാമാണ് ഓക്കെ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ആണ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്. അഹവും ആഗ്രഹവും ഉള്ള പെർസോണയാണ് ആ മറ്റേ വട്ട് ഓഫ് ദ കളർ, ഓറഞ്ചോ അത്. പിന്നെ ഞാൻ കളർ ബ്ലൈൻഡ് ആണ്, ഇൻ ദ സെൻസ് എനിക്ക് കളർ കാണാൻ പറ്റുന്നതല്ല, എനിക്ക് കളർ സ്പെല് ചെയ്യാൻ അറിഞ്ഞൂടാ. ഓക്കെ. അപ്പൊ പിന്നെ സൈക്കി ഉണ്ട്, മനോബുദ്ധി തലമുണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു സൈക്കി ഉണ്ട്. പിന്നെ ഡെപ്ത് സൈക്കി ഉണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് നിങ്ങൾ സൈക്കിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത്. ഡെപ്ത് സൈക്കി ഇത് കണ്ടില്ല. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളെ പെർസോണ വലിക്കുന്നുണ്ടോ? അങ്ങനെ വലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പ്രൊവൈഡ് ദാറ്റ് സൈക്കിയിൽ നിങ്ങൾ പുതിയ ട്രേറ്റ്സ് ഉണ്ടാക്കണം. ശ്രീത്, അതാണ് ടോക്ക്. ആ അല്ല പ്രസിദ്ധി, ഞാൻ ചോദിക്കാൻ ഉദ്ദേശം എന്താ അറിയോ, അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ഇപ്പൊ ഒരാളൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും മിക്കവാറും ചിന്തിക്കുന്നത് അല്ലെ. അത് തുടക്കത്തിൽ എല്ലാവരും, എല്ലാ കുട്ടികളും നമ്മൾ ഓരോ പുതിയ പരിപാടി വരുമ്പോൾ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് തന്നെ ചിന്തിക്കണം. കാരണം എന്നാലും നമുക്ക് അവിടെ ഒരു പ്ലേസ് ഒപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഒന്ന് ചിന്തിച്ച്, അതായത് ഡിഫറെന്റ് താഴത്തോട്ട് ലെഫ്റ്റിലോട്ട് ലെവലിലോട്ട് പോകണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുമ്പോ എന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കില്ലേ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അവിടെയും അവിടെയും നമുക്ക് ആ ഒരു പിയർ പ്രഷറിലൂടെ നമ്മള്, അതൊരു പിയർ പ്രഷർ ആണല്ലോ. അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്യും? കാരണം അപ്പൊ ഓവർകം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് വിൽഫുൾ പോവർട്ടി എന്നൊരു മോഡൽ ഞാൻ ഉണ്ടാക്കിയത്. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെർസോണ സൊസൈറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ സോഷ്യൽ കൺവെൻഷൻസും ആക്ഷൻസിനും അനുസരിച്ച് പെർസോണ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കി അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യും. അപ്പൊ യു വോണ്ട് ഫീൽ ഹാപ്പി എന്ന സ്ഥാനത്ത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ദിസ് ഇസ് ദ വ്യൂ. ഇപ്പൊ നിങ്ങൾ ടെക്ക് ചെയ്യുന്ന പെട്ടെന്ന് ഒരു ഓപ്പറേഷൻസ് ഒരു 6 മാസം നിങ്ങൾ എടുക്കും അഡാപ്റ്റ് ചെയ്യാൻ. അപ്പൊ ആ 6 മാസം കൊണ്ട് എന്താണ്, നിങ്ങൾ കെയർഫുള്ളി അത് എന്ത് ചെയ്യണം, നിങ്ങൾ ചെറിയ കർമ്മങ്ങൾ ചെയ്യണം, അത് സംസ്കാരമായി മാറും. അത് കഴിഞ്ഞിട്ട് അത് വാസനയായി മാറും, ഇൻസ്റ്റിങ്ക്റ്റ് ആവും. സംസ്കാരം എന്ന് പറയുന്ന ഒരു ട്രേറ്റ്. എ കർമ്മ വിൽ ഗിവ് യു എ ട്രേറ്റ്. That trait, when it gets reinforced, it becomes vasana. When it is repeatedly done, aതൊരു motor skill ആവും, പ്രാവീണ്യം. That has to be factored into your personality. അപ്പൊ നിങ്ങൾ ഇതാവും റെഡിയാ. പക്ഷെ അതൊരു സ്ലോ പ്രോസസ് ആണ്. അത് ഒരു കാര്യത്തിലല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 1000 ആക്ഷൻ എടുക്കേണ്ടി വന്നാലോ, അപ്പൊ യു ക്യാൻ യൂസ് ലെവൽ അബ്സ്ട്രാക്ഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു പക്ഷേ അപ്പൊ ആക്ഷൻ എക്സിസ്റ്റിംഗ് ആക്ഷൻ നമ്മൾ ആക്ട് ചെയ്യേണ്ട അവസ്ഥയും വരാം, അങ്ങനെ അല്ലെ? അല്ല അത് വരും. അല്ല അത് രണ്ട് അല്ല, അപ്പോഴാണ് നമ്മൾ പുതിയ സാധനങ്ങൾ ടൂൾ കിറ്റ് ആയിട്ട് എടുക്കുവോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യണം. എന്നോട് വാണ്ട് ദാറ്റ് ടു ബി പാർട്ട് ഓഫ് യുവർ സൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. ഫിക്സ്ഡ് ടെന്യൂർ ആയിട്ട് നിങ്ങൾ ഒരു പ്രസണി പോകുന്ന മാതിരി എടുത്താൽ പോരെ. കാരണം എനിവേ യു ക്യാൻ ആക്ച്വലി റിവേർട്ട് ബാക്ക് ടു യുവർ സൈക്കിൾ.
അപ്പൊ സൈക്കി ട്വീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. അപ്പൊ അബ്സ്ട്രാക്ഷൻ ക്യാൻ ആക്സിലറേറ്റ് ഇട്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇനി Okay. അവിടെ നിന്ന് ഡെപ്ത് സൈക്കിൾ പോയി കഴിഞ്ഞാൽ ഇത് പ്രോബ്ലമേ അല്ല നിങ്ങൾക്ക്. അപ്പൊ പിന്നെ നിങ്ങൾ ഗ്രോത്തിനെ കുറിച്ച് കൺസേൺ അല്ല. നിങ്ങളപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യും. പ്രസിദ്ധിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡൽസ് എല്ലാം പാസ്റ്റ് ഹിസ്റ്ററിയിലോട്ട് അപ്ലൈ ചെയ്യാനും അങ്ങനത്തെ റെലവെന്റ് ആയിട്ടുള്ള സിറ്റുവേഷനും വന്നിട്ടില്ല. ഇപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ആബ്സ്ട്രാക്ഷനിലോട്ട് വരാൻ പറ്റും? കാരണം നമ്മളൊരു ബോട്ടം അപ്പ് രീതിയിലായിരിക്കില്ലേ ചിന്തിക്കുന്നത്. അല്ല അത് ഞാൻ സൊസൈറ്റി ഇപ്പൊ ഞാൻ പറയട്ടെ, അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഈ ഒരാളുടെ സൈക്കി ബോട്ടം അപ്പ് ആണോ ടോപ്പ് ഡൗൺ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സൈക്കിയും പേഴ്സണയും തമ്മിൽ അലൈൻമെന്റ് ഉണ്ടെങ്കിൽ സൈക്കി ടോപ്പ് ഡൗൺ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താ വെച്ചാല് ഈ പെർസോണ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ചേഞ്ചിനനുസരിച്ച് ഇത് അഡാപ്റ്റ് ചെയ്യണ്ടേ, സൈക്കി അഡാപ്റ്റ് ചെയ്യണ്ടേ. അല്ലെ ഇതൊരു പ്രോബ്ലം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഡിസ്കഷന് വേണ്ടി ഇട്ടതാണ്. അതെ, ഇപ്പൊ ആൻസേഴ്സ് ഇതാണ് ആൻസർ. അതായത് ആക്ഷൻ ഓറിയന്റേഷനിൽ നിന്ന് നിങ്ങൾ ആട്രിബ്യൂട്ട് ഓറിയന്റേഷനിൽ നിന്ന് മോളിൽ പോയിട്ട് ഓപ്പറേഷൻ ഓറിയന്റേഷന്റെ മോളിൽ പോയിട്ട് റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ എടുത്താൽ മതി എല്ലാത്തിനും. നോക്കൂ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് വിജുവിനച്ചക്കിന്റെ ബുക്കിലത് കണ്ട. അവർ ലൈഫ് തന്നെ കണ്ട. ഇതൊരു കമ്പ്യൂട്ടർ സയൻസ് ടേമിൽ പറഞ്ഞ ഈ കോമ്പോസിഷൻ ഡാറ്റയില് സം ടൈപ്പ് പ്രൊഡക്റ്റ് ടൈപ്പ് എന്നും മറ്റേതില് ഫങ്ഷണൽ കോമ്പോസിഷൻ വെച്ചിട്ട് ചെയ്യാം ഈ സാധനം. എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മോഡൽ. അത് മാത്തമാറ്റിക്സിന് മാത്രമല്ല, ലൈഫില് ഇത് ലൈഫ് തന്നെയാണല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇപ്പൊ ശ്രീത്ത് ഇപ്പോ എന്നെ C++ ബീറ്റ് ചെയ്യണം എന്നുവെച്ചോ ശ്രീത്ത്. അപ്പൊ ശ്രീത്ത് എന്ത് ചെയ്യും? എന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ എടുത്ത് അതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പുറത്തിരിക്കണത് എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു 3 പേരെ അങ്ങോട്ട് ഹയർ ചെയ്തിട്ട് പുള്ളി അത് ഓവർറൈഡ് ചെയ്തൂടെ? അപ്പൊ നിങ്ങൾ ഈ ആട്രിബ്യൂട്ട് ഉണ്ടാക്കിയത് വെറുതെ ആയില്ലേ? അയാൾക്ക് ഓപ്പറേഷണൽ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടല്ലേ അയാൾക്ക് അത് പറ്റിയത്. മനസ്സിലായ? അതിനൊരു അപ്പൊ ആട്രിബ്യൂട്ട് എന്തിനാ നോക്കണേ? ഒരാൾക്ക് എന്തോരം വിവരം ഉണ്ടെന്ന് നോക്കണ എന്താ? ആസ് യു ഗോ അപ്പ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ മതി. എയും ബിയും ഇമ്മെറ്റീരിയലാ. അപ്പൊ യു ആർ ഡിറ്റർമിൻഡ് ബൈ ഹൂം യു ആർ ഇന്ററാക്ടിങ് വിത്ത്. മനസ്സിലായില്ലേ? വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഈസ് പോസിബിൾ ദർ. നിങ്ങൾക്ക് മനസ്സിലായി? അതായത് 1+2 എന്ന് പറയുമ്പോൾ ബൗണ്ടഡ് ആണ്. A+B എന്ന് പറയുമ്പോൾ എയുടെ ആട്രിബ്യൂട്ടും ബിയുടെ ആട്രിബ്യൂട്ടും തീരുമാനിക്കുക ഓപ്പറേഷൻ എന്താണ്. ആട്രിബ്യൂട്ട് വ്യക്തികളുടെ കഴിവാണ് തീരുമാനിക്കുന്നത്. മറ്റേ പ്രോസസ് മെച്ചൂരിറ്റിയാണ് ഓപ്പറേഷണൽ ഇന്റലിജൻസ് ചിന്തിക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂളായിട്ട് ഹാൻഡിൽ ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് ഓപ്പറേഷൻസിലെങ്കിലും ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് സൈക്കി. മറ്റേ ഡെപ് സൈക്കി ട്രിഗർ ചെയ്യാൻ പറ്റിയ ഇറ്റ്സ് വെൽ ആൻഡ് ഫൈൻ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് പ്രസിദ്ധി പറയണം. അതായത് ഇപ്പൊ ഈ ഒരു പൊസിഷനിലുള്ള ഐഡിയൽ വ്യക്തി എന്ത് ചെയ്യും എന്നുള്ള ഒരു മോഡൽ അല്ല. ഒരു പ്രശ്നം ഇരിക്കുന്നത് എന്താ? ഫോർ സം റീസൺ, ബിക്കോസ് ഓഫ് ദ പാസ്റ്റ് വയറിംഗ് ആൻഡ് ഇൻഹെറിറ്റഡ് ടെമ്പർമെന്റ്, ഹെൽ ഈസ് അതർ പീപ്പിൾ ഫോർ പീപ്പിൾ ഹു സിറ്റ് ഹിയർ. മറ്റുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇങ്ങനത്തെ ഒരു കോള് വരുള്ളൂ. പിന്നെ പക്ഷെ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പരറ്റീവ് ആണ് നമുക്ക്. അപ്പൊ ആ ഇന്ററാക്ഷന്റെ പെയിൻ കുറയ്ക്കാനുള്ള ടെക്നിക്കാണ് ഈ പറയുന്നത്. ഇപ്പൊ ഇന്ററാക്ഷൻ പ്രൊഡ്യൂസിങ് പെയിൻ, മനസ്സിലായില്ലേ? ആ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈക്കി ഈസ് നോട്ട് പ്രിപ്പയർഡ് ടു ഡു വാട്ട് യു ആർ ഡൂയിങ് നൗ. അപ്പൊ ഞാൻ ആ ഒരു ചേഞ്ച് എങ്ങനെ വരുന്നത്? ആ ഓപ്പറേഷണൽ ചേഞ്ച് എങ്ങനെയായിരിക്കും ഐഡിയലി? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയ ആട്രിബ്യൂട്ട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ബിയോണ്ട് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ ആട്രിബ്യൂട്ട് ഓഫ് ദ പീപ്പിൾ ഇൻവോൾവ്. ദർ ആർ ഓപ്പറേഷണൽ ഡെക്സ്റ്ററിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ മാത്തമാറ്റിക്സിലാണെങ്കിൽ അസോസിയേറ്റിവിറ്റി ആണോ, മറ്റേ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടോ, മറ്റേ സൈഡ് എഫക്ട്സ് ഉണ്ടോ,
മൊണാഡ് ആണോ മൊണോയിഡ് ആണോ എന്നൊക്കെ നോക്കാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പൊ പിടികിട്ടിയ നേരത്തെ പ്രൊസീജിയർ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അപ്പൊ പ്രൊസീജിയർ കോമ്പീറ്റ് ചെയ്യാൻ നോക്കൂല അല്ലെ C++. അതിന്റെ ആവശ്യമില്ല. ആ. അതാണ് അതിന്റെ കാര്യം. ആ. അപ്പൊ ഇപ്പൊ അഭിനവ ലോകത്തില് ഒരു നിങ്ങക്ക് ഇപ്പൊ എന്നെ പ്രൂവ് ചെയ്തിട്ട് ഫെല്ലോ ഹ്യൂമൻ ബീങ്സിന് വേണമെങ്കിൽ എന്തെങ്കിലും ബ്രൗണി പോയിന്റ് സ്കോർ ചെയ്യാനായിരിക്കൂലേ? സി എന്നെ പ്രോസസ് വെച്ച് അബ്സ്ട്രാക്ട് ചെയ്യാലോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വെച്ച് അബ്സ്ട്രാക്ട് ചെയ്തോളാം. അതല്ലേ ബെറ്റർ. ആൻഡ് ദെൻ ഫോക്കസ് ഓൺ വാട്ട് യുവർ സൈക്കി ക്യാൻ ഡു ഓർ എൻഹാൻസ് യുവർ സൈക്കി. അപ്പൊ സി നിങ്ങളിപ്പോ വേൾഡ് കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശ്രീത്ത് ഇപ്പൊ എന്റെ അടുത്ത് വന്ന് മാത്തമാറ്റിക്സ് കമ്പ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 30 കൊല്ലത്ത് കമ്പ്ലീറ്റ് ചെയ്യണം. അതിന് പകരം ശ്രീത്ത് പോയിട്ട് ആ ജോയ് ഓഫ് അബ്സ്ട്രാക്ഷൻ വായിച്ചിട്ട് കുറെ മറ്റേ എല്ലാത്തിനെയും ഒരു കാറ്റഗോറിക്കൽ പെർസ്പെക്റ്റീവിൽ കണ്ടുനോക്കിയേ. ഓൺ ദ ഗ്രൗണ്ട് യു വിൽ ബി ആസ് ഗുഡ് ആസ് മീ ഓർ മേ ബി ബെറ്റർ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അബ്സ്ട്രാക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ് മാത്തമാറ്റിക്സിൽ നിന്ന് പ്രോഗ്രാമിംഗിലേക്ക് വരികയും പ്രോഗ്രാമിംഗിൽ നിന്ന് ഡിസൈനിലോട്ടും ആർക്കിടെക്ചറിലോട്ടും ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പാഷെ, സ്പാർക്ക്, ഹഡൂപ്പ് എല്ലാം കാണിക്കണേ. പിടികിട്ടിയ? അപ്പോ ഫങ്ഷൻ പ്രോഗ്രാമിംഗ് വരെയൊക്കെ പഠിച്ചാൽ ഹഡൂപ്പും സ്പാർക്കും പെട്ടെന്ന് പഠിക്കാം. വേറെ ഒന്നുമില്ല പഠിക്കാൻ. അപ്പൊ ഞാൻ സ്പാർക്കിന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് റിവേഴ്സ് ലിങ്ക് എന്നാണ്. അപ്പൊ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ക്വയറി. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ കോമ്പോസിഷൻ വെച്ചിട്ട് മറ്റേ ഡാറ്റ സോഴ്സ് ചെയ്യുന്ന ഡാറ്റ ക്വയറി ചെയ്യുന്ന ഒരു മെക്കാനിസം. ഐ എന്യൂമറബിൾ ആണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഇന്റർഫേസ്. ഐ എന്യൂമറേറ്റർ ഇത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്സർവർ ആയി. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് റിവേഴ്സ് ലിങ്ക് ആയി. അഥവാ ഡിസ്ട്രിബ്യൂട്ടഡ് റിവേഴ്സ് മറ്റേതായി. ഏതാ നിങ്ങൾക്ക് മനസ്സിലായി ആ അബ്സ്ട്രാക്ഷന്റെ ലെവല്? അപ്പൊ അത് വെച്ചിട്ട് ഞാൻ സീറോ ഡൗൺ ടൈം ആർക്കിടെക്ചർ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി. ഞാൻ കണ്ടിട്ടേ ഇല്ല കാഫ്കയും സ്പാർക്ക്. ജസ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസും റിലേഷൻസും വെച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യും. കാണുന്നവനെയൊക്കെ കമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പൊ അതാണ്. അപ്പൊ ഈ നിങ്ങൾക്ക് മറ്റേ അല്ലെങ്കിൽ ഇപ്പൊ അൺഹാപ്പിനെസ് ആണ് ഉണ്ടാവുന്നത്. അല്ല ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അഡ്വാൻസ് കൺസെപ്റ്റ്സ് വെൻ ഐ എം ടെല്ലിങ് ഓർ ഇപ്പൊ ഞാൻ ചെറുത്തും കുറച്ചുപേരൊക്കെ ഒരു ലെവലിൽ ഇങ്ങനെ ലിറ്ററേച്ചർ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തൊരു ഒരു മെറ്റാ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മെറ്റാ ലാംഗ്വേജിൽ നിന്ന് വരുന്ന ഒബ്സർവേഷൻസ് കറക്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യണമെങ്കിൽ ആ മെറ്റാ ലാംഗ്വേജ് പഠിക്കണ്ടേ? ചെയ്തേ. അതാണ് ഞാൻ ഇവിടെ ഇത് ചെയ്യണേ. അപ്പൊ അതിനെ കണ്ട മെറ്റാഫിസ്. അപ്പൊ അവിടെ നടക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ആ സൈക്കി ലെവലിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഡെപ്ത് സൈക്കി ലെവലിൽ വന്നു കഴിഞ്ഞാല് ഇങ്ങനത്തെ കുറെ വാട്ട് ആക്ഷൻസ് ഈച്ച് ഓഫ് ദി ഇൻഡിവിജ്വൽ ഹിയർ ഹാസ് ടു ടേക്ക് ഇൻ എ അബ്സ്ട്രാക്ട് സെറ്റിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ യു നോ, ഇപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക് വാട്ട് ഹാസ് ടു സി. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മ്യൂസിക്കൽ ചെയറിൽ നിങ്ങൾ VP ഓഫ് എഞ്ചിനീയറിംഗ് ഓഫ് എ കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ എഞ്ചിനീയർ ആയ മാതിരി ഇരിക്കും. 2.5 കൊല്ലം എന്റെ കലണ്ടറിൽ നിന്ന് പോയി. പിടികിട്ടിയ? ഭാഗ്യത്തിന് ചെറുതെ അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല പിന്നെ അതിൻ്റെ ഉള്ള റെസ്റ്റ് എടുക്കാനും മറ്റേ തട്ടുവെളുപ്പം പരിപാടികളൊക്കെ അറിയാവുന്ന രക്ഷയുണ്ടേ. മനസ്സിലായോ? എന്നിട്ട് നിക്ക് അതിൽ നിന്ന് തന്നെ എന്റെ റെപ്യൂട്ടേഷൻ ഒക്കെ പോയല്ലോ. ആ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഓരോ കാര്യങ്ങളാണല്ലോ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ശ്രീത് അല്ലെ ഇങ്ങനൊരു പോസിബിലിറ്റി കാണുന്നുണ്ടോ? അതായത് എന്തായാലും ഈ ആക്ഷൻസ് ഉണ്ടെന്നുള്ള അറിയാമല്ലോ. സൊസൈറ്റിയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് എനിക്കൊരു ഇതുണ്ട്. നമ്മള് ഇങ്ങനത്തെ ഒരു അബ്സ്ട്രാക്ഷനിൽ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പോ അല്ല, അബ്സ്ട്രാക്ഷൻ ഇല്ലാതെ എങ്ങനെ നിങ്ങൾ
10 കൊല്ലം മുമ്പിൽ പോയവരെയൊക്കെ നിങ്ങൾ തോപ്പിക്കുക, അവർക്ക് പ്രായമാവാതെ. അപ്പൊ എങ്ങനെയാണ് ഐ വാസ് ഏബിൾ ടു ഒരാളുടെ 10 കൊല്ലത്തെ ഇപ്പൊ ഈ ഒരു ഇതില്ലായിരുന്നെങ്കിൽ ഒരു റാറ്റ് റേസ് ആയേനെ എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അല്ല, അത് ഇതിപ്പോ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഈ ഇതേമാതിരിയുള്ള ഒരു ഫ്രെയിംവർക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഗുഡാണ്. ഇതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഇതിന്റെ നമ്മൾ പറയുന്നതിന്റെ മാനിഫെസ്റ്റഡ് ഫോം. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങള് ഒരു ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്നോട് പരിചയമുള്ളതുകൊണ്ടാണ് ഇത് ടോളറേറ്റ് ചെയ്തത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം കുറിച്ച് ജിക്കു ജോസ് എന്ന് പറഞ്ഞ പുള്ളി എപ്പോഴും പറയും. അപ്പൊ ഞാൻ പറയുമ്പോ തന്നെ ഞാൻ അടിച്ചിടും, കേൾക്കണ്ടോ? പക്ഷേ അതേ കാര്യം കെന്നി ജേക്കബ് ഒരു ബാർ ക്യാമ്പിൽ പറഞ്ഞപ്പോ പുള്ളി പോഡിയത്തിൽ ഇരുന്നാ പറഞ്ഞേ, എനിക്ക് പുള്ളിനെ തടയാൻ പറ്റിയില്ല. പക്ഷേ പുള്ളി പറഞ്ഞതിൽ ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പിയറായിട്ട് ഒരാളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ അവരുടെ ഐഡിയനെ ബ്ലോക്ക് ചെയ്യണ മാതിരിയുള്ള അതേ ഐഡിയ അയാൾ തന്നെ ഒരു വേറെ പെഡസ്റ്റലിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ടൈം ടു ലിസൺ ടു ഹിം. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് എന്ന് ഞാൻ പറഞ്ഞു. പിടികിട്ടിയോ? ഇപ്പൊ ഇതിന്റെ ഉള്ളില് ഇപ്പൊ സൈക്കോളജി ആയിട്ട് ഒറ്റ സ്ഥലത്തെ വ്യത്യാസമുള്ളൂ. ഏത് മോഡേൺ വെസ്റ്റേൺ സൈക്കോളജി ആയിട്ട്. അതായത് ഡെപ്ത് സൈക്കോളജി അവിടുത്തെ ഹെറ്ററോഡോക്സ് ആണെന്നും വേദാന്തം ഇവിടുത്തെ ഓർത്തഡോക്സ് വ്യൂ ആണ്. അപ്പൊ നമ്മുടെ ഡെപ്ത് സൈക്കോളജിസ്റ്റുകളാണ് ബൈ കൾച്ചർ. അപ്പൊ നമ്മുടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ഡയലക്റ്റിക്കൽ കൾച്ചറിൽ നിന്ന് കിട്ടിയേക്കണതാ. ലാംഗ്വേജ് ഒക്കെ അത് കണ്ട് അതിന്റെ മുകളിൽ ഒരു ലോജിക്കൽ അപ്പാരറ്റസ് നിങ്ങൾ അറിഞ്ഞുണ്ടാക്കണം. അറിയാതെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൈക്കി പ്രിപ്പയർഡ് അല്ല അബ്സ്ട്രാക്ഷനെ ഡീൽ ചെയ്യാൻ. പിടികിട്ടിയ? ആ വിഷയത്തിലേ പറ്റുള്ളൂ. അവിടെ ശരിക്കും പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിനെ അബ്സ്ട്രാക്ഷൻ ആയിട്ട് കൺഫ്യൂസ് ചെയ്യുന്നതാ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സൈക്കിയെ ട്രെയിൻ ചെയ്ത് നോക്കിയേ. പിടികിട്ടിയ ശ്രീധരൻ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇതിനൊരു ഇതുണ്ട്. ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ വേണമെന്നൊന്നുമില്ല, പക്ഷെ എങ്കിലും തിങ്സ് ക്യാൻ ചേഞ്ച്. മനസ്സിലായില്ലേ? അപ്പോ ടെമ്പർമെന്റ് അപ്പൊ നിങ്ങളുടെ ടെമ്പർമെന്റിനെ കൊന്നുകൊണ്ട് ഇപ്പൊ എന്താ പറയാ, ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോ ഡിസ്കസ്റ്റ് ഒക്കെ വരുന്നത് എന്താ? നമ്മുടെ സൈക്കി പ്രിപ്പയർഡ് അല്ല അത് ഫേസ് ചെയ്യാൻ, അല്ലേ? പുഴയിൽ നീന്തണാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോ വൈശാഖൊന്നുമില്ലേ? തോട്ട്സ് ഒന്നുമില്ലേ? നമ്മുടെ വീഡിയോ കാണുന്നവർ പറഞ്ഞതെന്ന് വെച്ചാല് കോൺട്രവേഴ്സ്യൽ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ എന്താണ് ആൾക്കാരുടെ വായ അടഞ്ഞു പോകുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ശ്രീധരന്റെ ടേക്ക് എന്താണ് ഇതിന്റെ മുകളിൽ? ഇതൊരു ട്രയൽ ട്രയൽ രീതിയിൽ എന്നല്ല, ഒരു ഈ ഒരു പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെക്കുന്നത് ഇതിലോട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കും എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിന്റെ അവിടെ ആ ഒരു പ്രോബ്ലം ഉണ്ടായത് മൾട്ടിപ്പിൾ ആക്ഷൻ നമ്മൾ വരുമ്പോ ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളല്ലല്ലോ, അത് ആരാ സ്ട്രെച്ച് ചെയ്യാത്തെ? നിങ്ങൾക്ക് മനസ്സിലായി? അതിങ്ങനെ പതുക്കെ ആ സ്ട്രെച്ചിങ് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ആ സ്ട്രെച്ചിങ് ഉണ്ടെന്ന്. കാരണം നമുക്കൊരു ഇന്നർ സൈക്കി ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോ എന്താ പറയാ ഈ പല കോൺഫ്ലിക്റ്റും ഉണ്ടാവണം. ഇപ്പൊ ചിലർക്ക് ടൂർ പോകണം, ഭർത്താവിന് ടൂർ പോകണം, ഭാര്യക്ക് ടൂർ പോകണ്ട, ഭാര്യക്ക് കറി വെച്ചാൽ മതി. അത് തന്നെ എന്തുകൊണ്ടാ? അത് അപ്പൊ ആ ഭർത്താവ് അപ്പൊ ബാറ്റിൽ ഓഫ് സക്സസ് വരുമ്പോ ഒരു ഗെയിം ഉണ്ട് കേട്ടോ, ബാറ്റിൽ ഓഫ് സക്സസ്. അപ്പൊ ഭർത്താവ് കുറച്ച് മറ്റേ കറിക്കും ഭാര്യ കുറച്ച് ഇത് ചെയ്യുന്നത് വിൽഫുള്ളി ആവണമെന്ന്. അത് ആ സൈക്കി അലൈൻ ചെയ്യണമെന്ന്. അങ്ങനെ വന്ന് ഇരുമയാണെങ്കിലും മനം ഒന്നാവും. മനസ്സിലായ? അപ്പൊ അതാണ് ഈ കല്യാണം 8 കൊല്ലം 10 കൊല്ലം ഒക്കെ എടുക്കും എന്ന് പറയുന്നത്. ഇടിച്ച് ഇത് ചെയ്യണം. അപ്പൊ ഒരു സൈക്കി അങ്ങോട്ട് ഇങ്ങനെ റിവീൽ ചെയ്തിട്ട് ഒരു കാലിബ്രേഷൻ നടത്തി കഴിഞ്ഞാൽ മിനിറ്റിനോട് നടക്കുന്ന സാധനം ചിലപ്പോ
റെഡിയാ അപ്പൊ സോഷ്യൽ ആക്ഷൻസ് ഡ്രൈവ് ചെയ്ത് ഭർത്താവ് ഭാര്യനെ ഇടിച്ച് ഭാര്യ ഭർത്താവിനെ മാന്തി കത്തിക്ക് കുത്തിയിട്ട് മറ്റ് സിറ്റുവേഷൻ ഉണ്ടാവണേ ഇതിന് വലിയ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ശ്രീധർ അപ്പൊ അതാണ് അപ്പൊ ആ ടൂൾ കിറ്റ്. അപ്പൊ ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ഞാൻ നോക്കിയിട്ട് ഈവൻ ദോ ഇത് 3-4 ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് ഒരുമിച്ച് വന്നതാ അത് പിടികിട്ടിയ. അതായത് ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ എങ്ങനെ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ എന്താ പറയാ ഒരു യൂണിവേഴ്സൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ അബ്സ്ട്രാക്ഷന്റെ സ്റ്റഡി നടന്നിട്ടുള്ളത്. പിടികിട്ടിയ വേദാന്തത്തിന്റെ ആകസ്മികമായിട്ട് ഒരു എന്താ പറയുക ലൈക്ക് എനി അതർ പേഴ്സൺ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയ ഒരു 8 years ആയിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആസ് എ ഇൻഡിവിജ്വൽ ഞാൻ സക്സീഡ് ചെയ്ത് മരിച്ചു, പോകുന്ന സ്ഥലത്തൊക്കെ സക്സീഡ് ചെയ്തു. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ഈ സക്സസ് ഒരു തലവേദനയായി മാറി. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പല സ്ഥലത്തും തോക്കുന്നതാണ് ബെറ്റർ എന്ന് മനസ്സിലായി. കാരണം എന്റെ അപ്പൊ അങ്ങനെ വരുമ്പോ തോക്കുന്നത് എന്തുകൊണ്ടാന്ന് പറയാണ്ടി വേണ്ടി കുറച്ച് ശ്രമിക്കേണ്ടി വന്നു. പിന്നെ ലൈഫിലെ കുറച്ച് ഇവന്റ്സ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നൗ അതേഴ്സ് ഹാസ് ടു പ്രൂവ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, നോട്ട് ഐ എം ഗോയിങ് ടു പ്രൂവ് വിത്ത് ദം. അപ്പൊ അതിനുവേണ്ടി ബ്ലോഗും എഴുത്തും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി. പിടികിട്ടിയ അപ്പൊ അതിൽ നിന്ന് മുക്തി നേടിയത് അങ്ങനെയാ. അല്ലെങ്കിൽ ആ ആക്ഷൻ ഓറിയന്റേഷൻ വിൽ സക്ക് യു. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ യൂസഫ് അലിയെ കണ്ടു പഠിക്കണമെന്ന് പറയാണ്. മനസ്സിലായില്ലേ? ചിലപ്പോ നമ്മള് കാക്കാമാര് ശരിയല്ല എന്ന് പറയുമ്പോഴായിരിക്കും ഒരുത്തൻ വന്ന് പറയണേ. അപ്പൊ നമുക്ക് യൂസഫ് അലിനെ ഒരിക്കലും എമുലേറ്റ് ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ യൂസഫ് അലിക്ക് തന്നെ 2ാമത് ജന്മം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാവാൻ പറ്റില്ല. മനസ്സിലായല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ് യൂസഫ് അലിക്ക് തുറാൻ പോണെങ്കിൽ സഹദേവൻ വേണമെന്ന്. അപ്പൊ സഹദേവൻ ഒരു ഹൈപ്പോത്തറ്റിക് അയാളുടെ മറ്റേ ഈ അടുത്ത് കിടക്കുന്ന മറ്റേ സെക്രട്ടറീസ് ഒക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളാണ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. കാക്കമാരെ അടിപ്പിക്കില്ല എന്ന് വേണ്ടി. മനസ്സിലായല്ലേ? അപ്പൊ അത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സഹദേവൻ എന്ന് പറഞ്ഞ പേര് വെച്ചു കൊടുത്തു. സഹദേവൻ പറഞ്ഞാല് പിന്നെ ഇപ്പൊ പിണറായിക്ക് മര്യാദയ്ക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ പി ശശി പറഞ്ഞ വേണ്ടേ? ശ്രീധർ പി ശശി അറിയാമെന്നറിയാവോ? ഇല്ല. അമ്പുക്കൊക്കെ ഇപ്പൊ തോറ്റടക്കണതല്ലേ. ഇപ്പൊ അമ്പുക്കാരാന്ന് പറഞ്ഞല്ലോ, അതായത് അൻവർ. അപ്പൊ പി ശശി പണ്ട് പി ശശിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറി കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത്. അപ്പൊ ആരാ ഭരിക്കണേ? പിണറായി പറഞ്ഞ നടക്കുവോ? ഇനിയിപ്പോ പിണറായി പറഞ്ഞ മാതിരി തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ വാളൊക്കെ എടുത്ത് നടക്കാൻ പറ്റും? അപ്പൊ അവനെ കണ്ടുപിടിക്കുന്നൊന്നുമില്ല. ആരാണോ അവന്റെ സൈക്കി ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം അവന് ഹാപ്പി ലൈഫ് ഉണ്ടാവും. മറ്റവൻ വെറുതെ ലോകം കാണിച്ച് പട്ടാവും. കുറെ കാശ് കാണിക്കാം, കുറെ പേരുടെ ഇതുണ്ട്. ഇപ്പൊ ഈ മഹാത്മാഗാന്ധിനെ സ്വന്തം അച്ഛനെ ആൾക്കാരെ ഓർക്കണില്ല, പിന്നെയാണ് ഗാന്ധിനെ ഓർക്കണം, പിന്നെയാണ് നമ്മൾ ഓർക്കാൻ പോണത്. ഇവിടെ കിട്ടിയ അപ്പൊ ഈ പലപ്പോഴും സോഷ്യൽ റിച്വൽസ് പ്ലേ ചെയ്ത് ഈ സമാധാനം ഇല്ലാതെ ജീവിക്കുന്നതാണ് കാണുന്നത്. സൈക്കിയെ ട്രെയിൻ ചെയ്യുക ത്രൂ അബ്സ്ട്രാക്ഷൻ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ഷനും അത്യാവശ്യം ആക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യും നിങ്ങളുടെ ബാറ്റില്. ശ്രീത്തെ ഐ വിൽ പിക്ക് മൈ ബാറ്റിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെ ഇതിന്റെ ഉള്ളില് ഒരു എന്താ പറയാ മേ ബി സിൻസ് ഇപ്പൊ എന്താ പറയാ ഞാൻ കാണുന്നില്ല എൻ്റെ ഉള്ളൊരു ഒരു ഒബ്ജക്ഷൻ വന്നോ എന്നുള്ളത് ലോജിക്കലാണ്. അതായത് there are set of social actions and individual is supposed to interact with it. അപ്പൊ if action is driving him, his temperament won't actually allow it to do. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോ ഫൈനലി എക്സ്ട്രാ സ്ട്രെച്ച് എടുത്തിട്ട് ചെയ്യുന്നു. അപ്പൊ ആ സ്ട്രെച്ച് ഒഴിവാക്കണമെങ്കിൽ സൈക്കി ഹാസ് ടു ബി അഡാപ്റ്റഡ് ഫോർ പൊട്ടൻഷ്യൽ റോൾസ് യു മേക്ക്. അതൊരു പ്രൊജക്റ്റഡ് സെൽഫ് വേണം നിങ്ങൾക്ക്. എന്നിട്ട് അതിലോട്ട് അല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ട്രെയിൻ ചെയ്യും? അതായത് ഇപ്പൊ ഇമ്മീഡിയറ്റ് നീഡില്ലാത്തൊരു സാധനം എങ്ങനെ ട്രെയിൻ ചെയ്യും? ശ്രീത്തെ
ഹലോ ബുദ്ധിമുട്ടാണ്. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ചിസ്റ്റാഡാറ്റ വന്നപ്പോ ഞാൻ കുറെ പേരെ ഹയർ ചെയ്തു. അപ്പൊ ശരത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് ഇപ്പൊ ഈ ഫ്രെയിംവർക്കും ഇപ്പൊ ശരത്തിന്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതായത് നമുക്കൊരു കറണ്ട് സെൽഫ് ഉണ്ട്, നമുക്കൊരു പ്രൊജക്റ്റഡ് സെൽഫ് ഉണ്ട്. ആ ജേർണിയുടെ പാത്തില് ചിസ്റ്റാഡാറ്റയുടെ വർക്ക് ഇട്ടിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് വർക്ക്ഡ്. നിങ്ങളിപ്പോ ഒരു വേൾഡ് ക്ലാസ് മെഷീൻ ലേണിംഗ് അൽഗോരിതം എക്സ്പെർട്ട് ആവണമെന്ന് വിചാരിച്ചെന്ന് വെച്ചോ. അതാണ് നിങ്ങളുടെ പ്രൊജക്റ്റഡ് സെൽഫ് ഇന്നർ ഇതിൽ നിന്ന് വന്നതെന്ന് വെച്ചോ. നിങ്ങള് അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ചിലപ്പോൾ നിങ്ങളിപ്പോ മെഷീൻ ലേണിംഗിലൊന്നും ആയിരിക്കില്ല വർക്ക് ചെയ്യണേ. നിങ്ങളപ്പോ എന്ത് ചെയ്യും? ഒരു മെട്രിക്സ് ആൾജിബ്രയുടെ ഒരു കോഴ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എടുക്കുമല്ലോ. എടുക്കണം. അത് അതിന്റെ അത് അത് എടുക്കാനുള്ള ചാൻസ് കൂടും. അല്ല, എടുക്കാനുള്ള ചാൻസ് കൂടും. എന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റേ എന്താ പറയാ, വേറെ ഏതെങ്കിലും സബ്ജക്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാത്തമാറ്റിക്സോ മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോ അതില്ലെങ്കിൽ നിങ്ങൾ മെന്റൽ അക്കൗണ്ടിങ് ചെയ്തിട്ട് ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം എന്നാ ഞാൻ പറയണേ. ഇവിടെ കിട്ടിയോ? ഇപ്പോ എനി ആക്ഷൻ യു ഡു ടു ട്രെയിൻ യുവർ സെൽഫ് ഇൻ ദ പ്രൈവറ്റ് കംഫർട്ട്, നിങ്ങളുടെ സ്റ്റുപ്പിഡിറ്റി റിംഗ് എന്ന് പറയും. അതിന്റെ ഉള്ളിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ആരോട് ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ സൈക്കി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പോയിസൺ പില്ലാ വരുന്നത്. ഇവിടെ കിട്ടിയ? അതായത് നിങ്ങളിങ്ങനെ സൈക്കി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ മറ്റ് ആക്ഷൻസ് എടുക്കാനുള്ള കഴിവ് പോയാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതേമാതിരി പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് റോളായിട്ട് എടുക്കണം. അത് തിരിച്ച് വീണ്ടും ഇടാൻ. അപ്പൊ അവിടെയാണ് ഇപ്പൊ എന്റെയൊക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ എന്നും ഒരു ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത് C++ പ്രോഗ്രാമറാ മരിക്കണവരെ. വേറെ ഇല്ല എനിക്ക്. ബാക്കിയൊക്കെ അഡാപ്റ്റേഷൻ ആയിട്ട് എടുക്കുക. പിടികിട്ടിയ? അതായത് വിത്തിൻ ദ സൈക്കി. മനസ്സിലായ? അതുകൊണ്ട് അല്ലെങ്കിൽ വട്ടാവില്ലേ? വൺസ് ഓപ്പറേഷൻസ് കയറി കഴിഞ്ഞാൽ ടെക് വരാൻ പറ്റില്ല എന്ന്, അൺലെസ് യു ഡു ദീസ് കൈൻഡ് ഓഫ് ടെക്നിക്സ്. അല്ല അതുകൊണ്ട് തന്നെ മുകളിലത്തെ റോളിൽ കയറാത്ത ആൾക്കാരുണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഉറപ്പെന്താ? അറിയാം. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു എഞ്ചിനീയറിംഗ് ഒരു ഏതാ എനിക്ക് തന്നെ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇംഗ്ലണ്ടിൽ എനിക്കൊരു ജോലിക്കൊന്നും വരാത്തതെന്ന് ഏതാ പ്രൊമോഷൻ മേടിച്ച് പോവാത്തവരെന്നല്ലേ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ VP എഞ്ചിനീയറിംഗ് ആയി. ഞാൻ തമാശക്ക് ഒരു റോൾ എടുത്തതാ കോംപ്ലക്സ് അടിച്ചിട്ട്. കാരണം എനിക്ക് സാലറി പോരാന്നുള്ള ചുറ്റും പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായ? അതായത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എക്സ്റ്റേണൽ ആൾക്കാരെ എനിക്ക് കാണിച്ചേ മതിയാവൂ. മനസ്സിലായില്ല? എന്നാലും എനിക്ക് റെലവൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ ലക്കിലി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വന്നവന്മാർക്ക് ഞാൻ അതിനുള്ള ഞാൻ വൊക്കാബുലറി ഉണ്ടാക്കി എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഡീപ് ടെക് കമ്പനിയാണ്, B2B ആണ്. ഇനി പ്രൊവൈഡർ സൈഡ് ഉണ്ട്, കൺസ്യൂമർ സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആൾറെഡി ആൾക്കാരെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇവർക്ക് പ്രൊവൈഡർ ക്ലാസ് എഞ്ചിനീയർ ആവാൻ പറ്റില്ല. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള എഡ്യൂക്കേഷണൽ എഫേർട്ട് ഭയങ്കരമാണല്ലേ. ഇവിടെ കിട്ടിയ? എന്തുകൊണ്ട് ആൾക്കാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ആൾക്കാർ അവരുടെ അപ്പൊ ഒരു പ്രൊവൈഡർ ക്ലാസ് കമ്പനിയിൽ വന്നപ്പോ പീപ്പിൾ ആർ നോ മാച്ച് ഫോർ മീ. ഏത് ആട്രിബ്യൂട്ട് ലെവലിൽ നോക്കുമ്പോ ഇവിടെ കിട്ടിയ? അപ്പൊ അതാ അവിടെ സംഭവിച്ചേ. അതിനർത്ഥം ജസ്റ്റ് ബിക്കോസ് ഐ ഹാവ് ബീറ്റൻ ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തോറ്റുന്ന് ഉറപ്പാ, ഞാൻ ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കിട്ടിയ ശ്രീത്തെ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ ചിലപ്പോ നമുക്ക് സൈക്കി ആയിട്ട് അലൈൻഡ് അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരും. അത് എടുക്കുന്നതിന്റെ എഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. മനസ്സിലായോ? അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫ്രെയിംവർക്കിന്റെ പേര് നോക്കൂ. അതായത് വ്യക്തിത്വ ആത്മ നിരപരത സംഹിത എന്നാണ്. ഓക്കെ ശ്രീത്തെ? വ്യക്തിത്വം, പേഴ്സണാലിറ്റി, സെൽഫ് സഫിഷ്യൻസി, സിസ്റ്റം. മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് ഇത് ചെയ്യാം. അതായത്
ഈ ഗോപൻ സ്വാമിയുടെ ഇതിലാണ് ഈ എന്താ പറയാ എൻ്റെ ചുറ്റുമുള്ളവർക്ക് പണ്ട് എനിക്കറിയാം ഇത് കുറച്ചും കൂടി ഒരു ലൈഫ് ത്രെട്ടനിങ് ആയി തുടങ്ങി. ഏത് ഈ ആൾക്കാരുടെ ലോജിക്കൽ തിങ്കിങ്ങും ഈ പറയുന്ന സോഷ്യൽ നറേറ്റീവിനനുസരിച്ച് നീങ്ങുന്നത്. അപ്പൊ അതാണ് മിക്ക ആൾക്കാരുടെയും പെയിൻ. അപ്പോ ഫ്രെയിംവർക്ക് ഇതാണ്, കുറെ ആക്ഷൻസ് ഉണ്ട്, സോഷ്യൽ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റിച്വൽസും ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ എനാക്ട് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് പെർസോണ ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സൈക്കി അതായിട്ട് അലൈൻഡ് അല്ലെങ്കിൽ എന്താ പറയാ ദർ വിൽ ബി പ്രോബ്ലം. അപ്പോൾ സൈക്കിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിദാനന്ദപുരിയുടെ സമയം പറഞ്ഞാൽ കർമ്മം ചെയ്യുക, മറ്റേ അത് സംസ്കാരമാക്കുക, അത് വാസനയാക്കുക, അത് മറ്റേ എന്താ പറയുക പ്രാവീണ്യമാക്കുക, അത് മറ്റേ പേഴ്സണാലിറ്റിയിൽ വ്യക്തിത്വത്തിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്ഷൻ ഈസ് ദ കീ. എന്നിരുന്നാലും ഈ എന്താ പറയുക ഈ ആത്മൻ ട്രിഗർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് പ്രോസസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ലെവലിൽ, അതായത് ഡെപ്ത് സൈക്കോളജി ലെവലിൽ നമുക്ക് വേൾഡ് കാണാൻ പറ്റി കഴിഞ്ഞാൽ എന്നാലും നമ്മൾ സ്റ്റുപ്പിഡിറ്റി ഒക്കെ കാണിക്കേണ്ടി വരും. കാരണം ആൾക്കാരുടെ കണ്ണിലുള്ളതും നമുക്ക് തന്നെ സ്റ്റുപ്പിഡ് ആണെന്ന് തോന്നുന്നു. കാരണം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ധർമ്മത്തിനോ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആക്ട് ചെയ്തേ മതിയാവും. അതാണ് കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ് എന്ന് കാന്ത് പറയണേ. അതായത് റിഗാർഡ്ലെസ് ഓഫ് ദി കോണ്ടെക്സ്റ്റ് certain acts has to be performed. പഠിക്കുക കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ് നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മള് why should one transform in the first place? ഓക്കെ, അതാണ് ഒരു സർഫസ് ലെവൽ വ്യൂ. അതായത് ടെമ്പർമെന്റ് പെർസോണനെ തീരുമാനിക്കുകയോ അതെയോ സോഷ്യൽ ആൻഡ് ആക്ഷൻസ് പെർസോണനെ തീരുമാനിക്കുകയോ. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ടെമ്പർമെന്റ് തീരുമാനിക്കുന്നതാണ് ഹാപ്പിനെസ്സിന് നല്ലത്. അപ്പൊ രണ്ട് സ്ട്രാറ്റജി ഉണ്ട്, അലൈൻ പേഴ്സൺ ടു യുവർ സൈക്കി ആൻഡ് പേഴ്സൺ അല്ല പെർസോണ ടു ആക്ഷൻസ്. അപ്പൊ ഇത് നിങ്ങൾ സൈക്കിയായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് കുറയും. സൊസൈറ്റിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ വേണ്ടി ആക്ഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കുറയും. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഇമ്പഡൻസ് മിസ്മാച്ച് ആണ് എല്ലാത്തിൻ്റെയും ഹാപ്പിനെസ്, അതിൻ്റെ കുറവ്. അപ്പോൾ സൈക്കി ട്വീക്ക് ചെയ്യാം. അപ്പോൾ സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഡെപ്ത് സൈക്കി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അത് മോഡേൺ സൈക്കി ഇത് പറയുന്നു അത് ഇല്ലാന്ന്. അപ്പൊ ആകെയുള്ള ഒരു കോംപ്രമൈസ് എന്താണ്? അബ്സ്ട്രാക്ഷൻ ലെവലിൽ റേസ് ചെയ്യാം. അപ്പൊ അബ്സ്ട്രാക്ഷൻ ലെവലിൽ നല്ലൊരു ഫ്രെയിംവർക്ക് ഈ യുജീനിയ ചെങ്ങിന്റെ ജോയ് ഓഫ് അബ്സ്ട്രാക്ഷനിലുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അതിനെ ഒരു കൺസെപ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ആക്ഷൻ ഓറിയന്റേഷൻ, ആട്രിബ്യൂട്ട് ഓറിയന്റേഷൻ, ഓപ്പറേഷൻസ് ഓറിയന്റേഷൻ, റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഓറിയന്റഡ് തിങ്കിങ്ങിനെ ഹോളിസം എന്ന് പറയും. ഹോളിസ്റ്റിക് തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പലതും ചെയ്യാൻ പറ്റും. മറ്റേത് അല്ലെങ്കിൽ ഒരു റിഡക്ഷനിസ്റ്റിക് തിങ്കിങ് ആയിരിക്കും ഇവൺ ഓപ്പറേഷൻസ് പോലും ചെയ്യുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഫ്രെയിംവർക്ക് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം. ലാലെ ഇത് സ്റ്റോപ്പ് ചെയ്തോ.